ഹലോ. അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ CUT UG ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെങ്കിലും കൺസെപ്റ്റ്സ് എല്ലാം NCERT-യിലെ എല്ലാ കൺസെപ്റ്റ്സും എല്ലാ കീവേഡ്സും ഇവിടെ പറയുന്നത് കൊണ്ട് 12th-നും അതുപോലെ നീറ്റ് അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അത്. അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങുമ്പോ ആദ്യമായിട്ട് ഞാൻ എപ്പോഴും നിങ്ങളിങ്ങനെ പറഞ്ഞ് പറ്റിക്കുമല്ലേ, ഇന്ന് ഇതൊക്കെയാ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാല് കാര്യങ്ങളുടെ പേര് പറഞ്ഞിട്ട് അവസാനം എല്ലാം ഒന്നും പറയാതെ നേരത്തെ നിർത്തേണ്ടി വരും. അപ്പോ ഇന്ന് ഈ ഒരു വീഡിയോയിൽ അപ്പൊ അതുകൊണ്ട് നമുക്ക് ആകെ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഒന്ന് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും പിന്നെന്താ ആ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും അതിന്റെ രണ്ടിന്റെയും സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമ്മുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കുറെ പേരൊക്കെ സ്കൂളിൽ ഇതിനെക്കുറിച്ച് അധികം പറഞ്ഞു തരില്ല എന്നൊരു പരാതി ഞാൻ കേട്ടു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിച്ചപ്പോ എന്തായിരുന്നു? അതൊരു ലവ് സ്റ്റോറി ആയിരുന്നു അല്ലെ? അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പം എന്തായാലും ഹ്യൂമൻ റീപ്രൊഡക്ഷനും ഒരു സ്റ്റോറി തന്നെയാണ് അല്ലെ? അപ്പൊ അത് ബോറിംഗ് ഒന്നും ആയിരിക്കില്ല. അപ്പൊ ഇതൊരു സിനിമ പോലെ. ഇതിലെ നായകൻ ആരാ? സ്പേം എന്ന് പറയും. ഓക്കെ. നായിക ആരാണ്? എഗ് ആണ് അല്ലെ? ഓവം എന്നാണ് നായികയുടെ വേറൊരു പേര്. അപ്പം ഇവരെങ്ങനെ കണ്ടുമുട്ടുന്നു, പിന്നെ ഇവർക്ക് എന്താ സംഭവിക്കുന്നത്, ഇതെല്ലാമാണ്. അപ്പം ആക്ച്വലി ഒരു സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ നേരെ ആദ്യമേ നായകനെ നായികയൊക്കെ കാണിച്ചിട്ടാണ് തുടങ്ങുക? അല്ല അല്ലേ? നായികയുടെ ഒരു ചുറ്റുപാട്, എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട്, പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നു, അപ്പൊ നായിക എൻട്രി വരുന്നു. അപ്പൊ ഇവിടെ പ്രശ്നമൊന്നുമല്ല, കുടുംബത്തിന് വേണ്ടി ഒരു റേസിന് പോകുന്ന നായകൻ. ഓക്കെ. എന്നിട്ട് ആ റേസ് ജയിക്കുവോ, അതെല്ലാം നമ്മൾ കാണാൻ പോകുന്ന. അപ്പൊ ഞാൻ സ്പോയിലർ ഒന്നും ആക്കുന്നില്ല, നമുക്ക് നേരെ ചാപ്റ്ററിൽ പോവാം. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യം പറയാനുള്ളതെന്ന് വെച്ചാല്, റീപ്രൊഡക്ഷൻ അല്ലെ? റീപ്രൊഡക്ഷനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഹ്യൂമൻ ബീങ്സ് ടെക്സ്റ്റിൽ ഒന്നും വിട്ടുപോകില്ല എന്ന് ഞാൻ പറഞ്ഞു, ഒന്നും വിട്ടുപോകില്ല കേട്ടോ. അപ്പൊ ഹ്യൂമൻ ബീങ്സ് ദേ ആർ വിവി പാരസ് ആനിമൽസ്. എന്താണ് വിവി പാരസ് എന്ന് വെച്ചാൽ? രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട് അല്ലെ? ഒവി പാരസും ഉണ്ട്, വിവി പാരസും ഉണ്ട്. ഒവി പാരസിൽ ഓ ഉണ്ട്. ഓ എങ്ങനെ ഇരിക്കുന്ന? മുട്ട പോലെയല്ലേ ഇരിക്കുന്ന. അപ്പൊ ഒവി പാരസ് എന്ന് വെച്ചാൽ മുട്ടയിടുന്ന ആനിമൽസ് ആണ്. ഓക്കെ. മുട്ടയിടുന്ന ആനിമൽസ് ആണ് ഒവി പാരസ്. വിവി പാരസ് എന്ന് വെച്ചാൽ പ്രസവിക്കുകയും പാൽ കൂട്ടുകയും ചെയ്യുന്ന, അതായത് ഗീവ് ബർത്ത്, അതായത് പ്രസവിക്കും എന്നിട്ട് എന്ത് ചെയ്യും? ബ്രസ്റ്റ് ഫീഡും കൂടെ ചെയ്യും, പാലും കൊടുക്കും. അങ്ങനത്തെ ആൾക്കാരാണ് വിവി പാരസ് ആൾക്കാർ. അപ്പൊ ഹ്യൂമൻസ് ഏതാ എന്ന് പറഞ്ഞേ? ഹ്യൂമൻസ് ഏതാ? വിവി പാരസ് അല്ലേ? ഒബ്വിയസ്ലി വിവി പാരസ് ആണ്. അപ്പൊ അതാണ് നമുക്ക് ഹ്യൂമൻസിനെ കുറിച്ച് കുറച്ച് പറയാനുള്ളത്. ഇനി ആദ്യം ഇതൊക്കെ നിങ്ങൾക്ക് കാണാം അല്ലേ? എന്തോ ഒരു സാധനമൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, പിക്ചർ. അതെന്താന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഈ ഒരു ഫുൾ സിനിമയുടെ ഒരു ട്രെയിലർ കാണിച്ചു തരാം. എന്തൊക്കെയാണ് ഇതിൽ നടക്കാൻ പോകുന്നത് ഈ ഒരു ഫുൾ ചാപ്റ്ററിൽ. ഇന്നത്തെ ക്ലാസ്സിലല്ല, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും ആണ് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ഫുൾ ചാപ്റ്ററിൽ എന്താ നടക്കാൻ പോകുന്നത്? ആദ്യം ആദ്യം നടക്കാൻ പോകുന്നതാണ്, നമ്മൾ സ്ട്രക്ചർ ഒക്കെ പഠിക്കും, മെയിൽ റീപ്രൊഡക്ഷൻ, ഫീമെയിൽ റീപ്രൊഡക്ഷൻ. എന്നിട്ട് ആദ്യമായിട്ട് നടക്കുന്ന ഒരു മെയിൻ ഇവന്റ് ആണ് ഗാമറ്റോജെനസിസ്. നമുക്കറിയാം അല്ലെ? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നോട് പഠിച്ചവർക്കൊക്കെ അറിയാം. അപ്പൊ ആ ചാപ്റ്റർ കണ്ടിട്ടില്ലാത്തവര് ഞാനിവിടെ വീഡിയോ കൊടുക്കുന്നതായിരിക്കും, അത് പോയിട്ട് കാണുക. ഡിസ്ക്രിപ്ഷനിലും ഇവിടെയും കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. ഗാമറ്റോജെനസിസ് ഞാൻ പറഞ്ഞു, ബയോളജി സ്റ്റുഡൻസ് ആണ്. നമ്മൾ എന്ത് ചെയ്യും? വാക്കുകളെ മുറിക്കും അല്ലെ? ഗമേറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം, മെയിൽ ഗമേറ്റ്, ഫീമെയിൽ ഗമേറ്റ്, ഇതൊക്കെ ഞാൻ പറഞ്ഞതാ. സിംഗിൾ സെൽഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്, റീപ്രൊഡക്ഷന് സഹായിക്കും. ഇവര് ഫ്യൂസ് ചെയ്തിട്ടാണ് സൈഗോട്ട് പിന്നെ എംബ്രിയോ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ജനസിസിന്റെ അർത്ഥമാണ് ഞാൻ ആദ്യം പറഞ്ഞത് എപ്പോഴും. ജനസിസ് എന്ന് വെച്ചാൽ എന്താ? ആ ജനിപ്പിക്കുക, പ്രൊഡ്യൂസ് ചെയ്യുക, ഒരു സാധനത്തിന് ഉണ്ടാക്കുക. അപ്പൊ ഗെമറ്റോജെനസിസ് എന്ന് വെച്ചാൽ എന്താ? ഗമേറ്റ് ഉണ്ടാക്കുക അല്ലെ? ഗമേറ്റിന്റെ പ്ലോയിഡി എന്താ? അപ്പൊ പ്ലോയിഡി, ഇതെല്ലാം ബേസിക്സ് ഞാൻ ആദ്യം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ചാപ്റ്ററിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ. ഗമേറ്റ്സിന്റെ പ്ലോയിഡി എന്താ? പ്ലോയിഡി എൻ ആണ്. എൻ എന്ന് കേട്ടപ്പോ കുറെ പേർക്ക് കത്തി, പ്ലോയിഡി എന്ന് കേട്ടപ്പോ കുറെ പേർക്ക് കത്തിയില്ല. ഇനി എൻ എന്ന് കേട്ടിട്ടും കത്താത്ത കുറെ ആൾക്കാരുണ്ട്.
അപ്പൊ അവർക്ക് വേണ്ടി പറയാണ്, മൊത്തം നമ്മുടെ ബോഡിയിൽ എത്ര ക്രോമസോംസ് ഉണ്ട്? ഹ്യൂമൻസിന്റെ കാര്യമാണ് പറയുന്നത്. ഇതിപ്പോ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ അല്ലേ, നമ്മൾ പ്ലാന്റ്സ് പഠിച്ചപ്പോ 16:8 എന്നൊക്കെ പറഞ്ഞ് പഠിച്ചായിരുന്നു അല്ലെ. അപ്പൊ അതുപോലെ ഹ്യൂമൻസിൽ 46 ക്രോമസോംസ് ആണുള്ളത്. ഓക്കെ, എന്ന് വെച്ചാൽ 23 പെയർ. എന്നിട്ട് എന്ത് ചെയ്യും ഇവര്? അതായത് മിയോസിസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു റിഡക്ഷൻ ഡിവിഷൻ ആണ്. അപ്പൊ അവർക്ക് ഉണ്ടാവുന്ന ഒരു സെല്ലാണ് 46 ക്രോമസോംസ് ഉള്ളത്. അവർക്ക് റിഡക്ഷൻ ഡിവിഷൻ അല്ലെങ്കിൽ മിയോസിസ് നടന്നാൽ എന്ത് സംഭവിക്കും? റിഡക്ഷൻ ഡിവിഷൻ എന്നല്ലേ പേര്. അപ്പൊ പകുതിയായിട്ട് കുറയും. ഓരോ ഡോട്ടർ സെല്ലിനും, അതായത് ഇവർക്ക് ഉണ്ടാവുന്ന ഓരോ മക്കൾക്കും, മക്കൾ സെല്ലിനും, ഒരു സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താല് മിയോസിസ് ആണ് നടക്കുന്നതെങ്കിൽ ആ രണ്ടു പേർക്കും 23 വെച്ചാണ് കിട്ടുക. ഇനി അതല്ല മൈറ്റോസിസ് ആണ് നടക്കുന്നതെങ്കിൽ, എന്താണ് മൈറ്റോസിസ് ആണ് നടക്കുന്നതെങ്കിൽ 46ന്റെ ഒരു സെല്ല് ഡിവൈഡ് ചെയ്താല് രണ്ട് ഡോട്ടർ സെല്ലിനും രണ്ട് മക്കൾക്കും 46 വെച്ചാണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഗമേറ്റ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും മിയോസിസ് നടന്നിട്ടുണ്ടാവുന്ന ആൾക്കാരാണ്. ഓക്കെ, അതെന്തിനാന്നൊക്കെ നമുക്കറിയാം. എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു അച്ഛൻ, ഇതൊരു അച്ഛൻ, ആണ് മെയിലിന്റെ സിമ്പൽ ആണ് അത്. അതറിയാത്തവർക്ക് ഇത് ഫീമെയിലിന്റെ സിമ്പല്. അപ്പൊ അച്ഛനും അമ്മയ്ക്കും, നമ്മുടെയൊക്കെ അച്ഛനും അമ്മയ്ക്കും ഓരോ സെല്ലിലും 46 വെച്ച് ക്രോമസോംസ് ഉണ്ട്. ഓക്കെ, നമ്മുടെയൊക്കെ അച്ഛനും അമ്മയോടും പോയി ചോദിച്ചാൽ മതി, അച്ഛാ അമ്മേ ക്രോമസോംസില്, നിങ്ങളുടെയൊക്കെ ക്രോമസോമില് എത്ര, അല്ല സെല്ലിൽ എത്ര ക്രോമസോംസ് ഉണ്ട്? രണ്ടുപേർക്കും 46 ഉണ്ട് എന്ന് പറയും. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാ, അപ്പം നിങ്ങള്, ഇതിപ്പോ പഴയ കഥയാണ്, നിങ്ങൾ എങ്ങനെ ഉണ്ടായിന്ന് ഞാൻ പറയുകയാണെങ്കിൽ, അപ്പൊ നിങ്ങളുടെ അച്ഛനും അമ്മയും 46. ഇനി നിങ്ങൾക്ക് എത്ര വേണം? നിങ്ങളെ ഉണ്ടാക്കുമ്പോ എത്ര വേണം? 46 വേണം അല്ലേ? നിങ്ങൾക്കും 46 വേണം, കാരണം നിങ്ങളും അച്ഛനും അമ്മയും പോലെ ഒരു ഇൻഡിവിജ്വലാ. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്നത് ആരാ? അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് കൂടിയിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ അച്ഛനും തരണം അമ്മയും തരണം അല്ലേ നിങ്ങക്ക്? 23 വെച്ച് തരണ്ടേ? അതുകൊണ്ടാണ് അച്ഛന്റെ അമ്മയുടെയും, ഇപ്പൊ അച്ഛൻ, അപ്പൊ അച്ഛന്റെ മെയിൽ ഗമേറ്റ് ഏതാണ്? മെയിൽ ഗമേറ്റ് സ്പേം ആണ്. ഇതൊക്കെ ബേസിക്സ് ആണ്, 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പൊ 46 സ്പേം, അതായത് മെയിൽ ഗമേറ്റ് ഉണ്ടാവുമ്പോൾ, അതായത് നിങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി, നിങ്ങൾക്ക് തരാൻ വേണ്ടിയുള്ള സെൽ ഉണ്ടാക്കുമ്പോൾ അവിടെ മിയോസിസ് ആണ് നടക്കുക. അപ്പൊ 23 വെച്ച് നടക്കും. ഇതിന്റെ സെക്സ് ഡിറ്റർമിനേഷൻ ഒക്കെ നമ്മൾ 4ാമത്തെ ചാപ്റ്റർ പഠിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലോട്ട് പോവാത്തത്. ഇനി അമ്മയുടെ ആണെങ്കിലോ, അമ്മയും എന്ത് ചെയ്യും? 23 വെച്ചുണ്ടാക്കും. എന്നിട്ട് ആ 23 കൂടെ ചേർന്ന്, 23 + 23 എത്രയാ? മാത്സ് പഠിക്കുന്ന ആൾക്കാരല്ലേ, 12th എത്രയാ? 46. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് 46 ക്രോമസോംസ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? എന്താണ് മിയോസിസ്, എന്താണ് പ്ലോയിഡി എന്നൊക്കെ മനസ്സിലായോ? അപ്പം 46നെ നമ്മൾ 2n എന്ന് വിളിക്കും, കാരണം രണ്ട് സെറ്റ് ഓഫ് ക്രോമസോംസ് ഉണ്ട്, 23 മറ്റേത് എന്താണ്? ഇതിനെ ഡിപ്ലോയിഡ് എന്ന് വിളിക്കും 2n. ഇത് ഹാപ്ലോയിഡ് എന്ന് വിളിക്കും n. കാരണം എന്താ? പകുതി മതി അല്ലേ, ഗമേറ്റ്സിന് പകുതി മതി. അപ്പൊ നമ്മുടെ സ്പേം, എഗ് പോലത്തെ ഗമേറ്റ്സ് മാത്രം n ആയിരിക്കും അവരുടെ പ്ലോയിഡി. അതായത് 23 ക്രോമസോംസ് മാത്രമേ കാണൂ. പക്ഷെ അതിൽ കൂടുതലാണെങ്കിലോ, അതായത് ബാക്കിയുള്ള സെല്ലുകളാണെങ്കിലോ 46 ഉണ്ടാവും. അപ്പൊ റീപ്രൊഡക്ഷനിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്ലോയിഡി. കാരണം ഗമേറ്റ്സിന് എപ്പോഴും എന്താണ് പ്ലോയിഡി? ഹാപ്ലോയിഡ് ആണ് അവര്, n ആണ് പ്ലോയിഡി. ഓക്കെ ആണോ? ഓക്കെ, ഇനി എന്താ പറയാനുള്ളത് നമുക്ക്? ഫ്ലോ ഓഫ് റീപ്രൊഡക്ഷൻ, അതാണ് ഞാൻ പറയാൻ വന്നത്. ഗമേറ്റോജനസിസ് അല്ലേ? അപ്പൊ ഗമേറ്റോജനസിസ്, ഗമേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ കുറെ പറഞ്ഞു പോയി. ഇനി ഗമേറ്റോജനസിസ് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാവുന്നതെന്ന് അറിയാം. അപ്പൊ നമ്മുടെ സിനിമയുടെ ട്രെയിലർ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, പെട്ടെന്ന് നമ്മൾ വിഷയം മാറിപ്പോയി. അപ്പൊ ഗമേറ്റോജനസിസ് നടന്നു. ഗമേറ്റോജനസിസ് നടന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഗമേറ്റ്സ് ഉണ്ടായി അല്ലേ? അച്ഛനാവുമ്പോ എന്തുണ്ടാവും? മെയിൽ ഗമേറ്റ് ഉണ്ടാവും, സ്പേം ഉണ്ടാവും. അമ്മയാണെങ്കിലോ ഫീമെയിൽ ഗമേറ്റ് ഉണ്ടാവും, ഓവോ ആവും. ഇനി നമ്മൾ 8ാം ക്ലാസ്സിൽ എന്താ പഠിച്ച? ഇവര് ഫ്യൂസ് ചെയ്യും, ഫെർട്ടിലൈസേഷൻ നടക്കും. അപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയത്. ഓക്കെ, ഇതിന്റെ ഇടയ്ക്കൊരു സ്റ്റെപ്പ് ഉണ്ട്, അത് നമുക്കിപ്പോ നമ്മൾ വലുതായില്ലേ, ഇനി നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫീമെയിലിന്റെ, ഒരു സ്ത്രീയുടെ ജനൈറ്റൽ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റില് എന്താണ്, ഒരു മെയിലിന്റെ ഗമേറ്റിനെ നമ്മൾ നിക്ഷേപിക്കുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക.
അതിനെയാണ് ഇൻസെമിനേഷൻ എന്ന് പറയാം. ദ ഇൻട്രൊഡക്ഷൻ ഓർ ദ ഇൻജെക്ഷൻ, അല്ലെങ്കിൽ എന്ത് പറയാം, ദ ട്രാൻസ്ഫർ, അല്ലെങ്കിൽ എന്താണ് ഇൻട്രൊഡക്ഷൻ, ഇൻജെക്ഷൻ, ഇൻസെമിനേഷൻ, ട്രാൻസ്ഫർ എന്നൊക്കെ പറയാം. ഓക്കെ. ഓഫ് മെയിൽ ഗമേറ്റ്, ഒരു മെയിൽ ഗമേറ്റ് ആയിട്ടുള്ള എന്താണ് ഹ്യൂമൻസിൽ സ്പേം അല്ലെങ്കിൽ ഒരു മെയിൽ ഗമേറ്റ് ഇൻ ടു ദ ജെനൈറ്റൽ ട്രാക്ട് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഓഫ് എ ഫീമെയിൽ ഇസ് കോൾഡ് ആസ് എന്താണ് ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു മെയില് അയാളുടെ സ്പേമിനെ ഒരു ഫീമെയിൽ ബോഡിയിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഇൻജെക്ട് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, എന്ത് വേണമെങ്കിലും പറയാം. ഏത് വാക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും MCQ ആയിട്ട് വരാം. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വാക്കും ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ ഞാൻ എല്ലാ മാക്സിമം എന്തൊക്കെ പേരുണ്ടോ ഒരു സാധനത്തിന് അതെല്ലാം പറഞ്ഞു, കാരണം MCQയിൽ ഏത് പേര് വേണമെങ്കിലും വരാം. അപ്പൊ അതാണ് ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇൻസെമിനേഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പിന്നെ പഠിച്ച ആ ഒരു ഫ്യൂഷൻ ഓഫ് മെയിൽ ഗമേറ്റ് ആൻഡ് ഫീമെയിൽ ഗമേറ്റ്, ഈ മെയിൽ ഗമേറ്റും ഈ ഫീമെയിൽ ഗമേറ്റും കൂടെ എന്ത് ചെയ്യും, ഫ്യൂസ് ചെയ്യും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഫെർട്ടിലൈസേഷൻ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച എന്താ, ഡബിൾ ഫെർട്ടിലൈസേഷൻ, 2 ഫെർട്ടിലൈസേഷൻ നടക്കും അവിടെ. ഓക്കെ. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, സൈഗോട്ട് ആണ് ഉണ്ടാവുക. ഓക്കെ. സൈഗോട്ട് എന്ന് വെച്ചാൽ എന്താണ്, അപ്പൊ മെയിൽ ഗമേറ്റ്സിന്റെ പ്ലോയിഡ് നമുക്കറിയാം അല്ലെ, എന്നാണ്, ഇത് എന്നാണ്, 23 ക്രോമസോംസേ രണ്ടുപേർക്കും ഉള്ളൂ. പക്ഷെ സൈഗോട്ടിന്റെ പ്ലോയിഡ് എന്താ, എന്നും കൂടെ ചേർന്നു, അപ്പം 2n ആയി, അതായത് 46. ഓക്കെ. ഇനി പിന്നെ നമ്മൾ പഠിച്ചായിരുന്നു, പണ്ട് മുതലേ നമ്മൾ പഠിക്കും, സൈഗോട്ടാണ് പിന്നെ ഡിവൈഡ് ചെയ്തിട്ട് എംബ്രിയോ ആവുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എംബ്രിയോ എന്നുള്ള വാക്ക് ഉപയോഗിക്കണ്ട, കുറച്ചുകൂടെ സ്പെസിഫിക് ആവാം. അതായത് നമ്മളിങ്ങനെ കുറെ സംഭവം പഠിക്കും, സൈഗോട്ട്, അത് കഴിഞ്ഞ് മോറുല, ബ്ലാസ്റ്റുല, ഗ്യാസ്ട്രുല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഒരു വാക്ക് മാത്രം പഠിച്ചാൽ മതി. സൈഗോട്ട് കുറച്ചധികം ഡിവൈഡ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വരും. ഓക്കെ, ബ്ലാസ്റ്റോസിസ്റ്റ് ആവും. ഓക്കെ. ഇതൊന്നും ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം ഇതെല്ലാം നമ്മൾ അകത്ത് പഠിക്കാനുള്ളതിന്റെ ഒരു ട്രെയിലറാണ്. ഓക്കെ. ഇപ്പൊ ബ്ലാസ്റ്റോസിസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യും, യൂട്രസിന്റെ വോളിൽ പോയിട്ട് ഇംപ്ലാന്റ് ചെയ്യും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. എന്താണ്, യൂട്രസിൽ പോയി ഒട്ടും, അത്രേ ഉള്ളൂ, അതിനാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയാ. അപ്പം യൂട്രസിന് എത്ര ലെയർ ഉണ്ട്, ഏത് ലെയറിലാണ് ഒട്ടുക, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ ഇപ്പോഴേ സ്പോയിലർ ആക്കുന്നില്ല. അത് കഴിഞ്ഞ് ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പിന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഇംപ്ലാന്റേഷൻ എന്ന് വെച്ചാൽ ഒരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ പോലെ, ഇനി ഒരു തിരിച്ചുപോക്കില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താണ്, തിരിച്ചു പോക്കുണ്ട് റെയർ കേസസിൽ, പക്ഷെ മാക്സിമം കേസസിൽ തിരിച്ചു പോക്കില്ല. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞ് വളരും, അതിനാണ് ജസ്റ്റേഷൻ എന്ന് പറയാ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള കഥയാ. 10 മാസം നിന്നെ ഞാൻ വയറ്റിൽ ചുമന്ന ആ കഥയില്ലേ, ആ കഥയാണിത്, ജസ്റ്റേഷൻ. ദ ഡെവലപ്മെന്റ് ഓഫ് ആൻ എംബ്രിയോ ഇൻസൈഡ് ദ യൂട്രസ്, യൂട്രസിനകത്ത് ഒരു എന്താണ് എംബ്രിയോന്റെ വളർച്ച, ഡെവലപ്മെന്റ്, അതാണ് ജസ്റ്റേഷൻ. ഇനി ജസ്റ്റേഷൻ ആയിട്ട് എന്താ, പിന്നെ നിങ്ങൾക്ക് അറിയാല്ലേ, ഡെലിവറി എന്ന് പറയും നമ്മൾ മലയാളത്തിലല്ല, കോമൺ ആയിട്ട് ഡെലിവറി എന്ന് പറയും. നമ്മൾ എന്ത് പറയും, ബയോളജി സ്റ്റുഡൻസ് അല്ലേ, പാർച്ചുറീഷൻ എന്ന് പറയും. ഓക്കെ. പാർച്ചുറീഷൻ ഇസ് ദ എക്സ്പെല്ലിംഗ് ഔട്ട് ഓഫ് ദ ബേബി ത്രൂ ദ ബർത്ത് കനാൽ. ബർത്ത് കനാൽ ഒക്കെ നമ്മൾ പഠിക്കും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ സാധനങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞ് ലാക്ടേഷൻ ഉണ്ട്. ഓക്കെ. അതായത് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന സമയം പാല് കൊടുക്കുക, നമ്മളെല്ലാവരും പാല് കുടിച്ചിട്ടൊക്കെ വളർന്ന ആൾക്കാരല്ലേ. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്, ജസ്റ്റേഷൻ എന്ന് പറയും, സോറി ലാക്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ട്രെയിലർ, നമ്മൾ എന്താണ് ഒരു ട്രെയിലർ ഉണ്ടല്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ എന്താണ് സംഭവിച്ചത്, ഗാമറ്റോജെനസിസ് നടന്നു. സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വലത്തോട്ട് എഴുതിയ. ഗാമറ്റോജെനസിസ് നടന്നു, 2 ഗമേറ്റ് ഉണ്ടായി, അവർ ഇൻസെമിനേഷൻ നടന്നതുകൊണ്ടാണ് അവർ ഫ്യൂസ് ചെയ്തത്. പക്ഷെ അങ്ങനെ ഇൻസെമിനേഷൻ നടന്നിട്ട് മാത്രമേ ഫ്യൂസ് ആവൂ അങ്ങനൊന്നുമില്ല, നമുക്ക് ലാബിലൊക്കെ ഫെർട്ടിലൈസേഷൻ നടത്താം. പക്ഷെ എങ്കിലും അതൊരു ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ വൈറ്റൽ പ്രോസസ്സാണ്. അത് കഴിഞ്ഞ് ഫെർട്ടിലൈസേഷൻ നടന്നു, 2n ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടായി, സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ബ്ലാസ്റ്റോസിസ്റ്റ് ആയി, അത് ഇംപ്ലാന്റ് ചെയ്തു, യൂട്രസിൽ ഒട്ടി, പിന്നെ 10 മാസം ജസ്റ്റേഷൻ, പിന്നെ പാർച്ചുറീഷൻ ഡെലിവറി, പിന്നെ ലാക്ടേഷൻ പാല് കൊടുക്കുക. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ ഇത്രയും മനസ്സിലായെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന സാധനം നമുക്കെല്ലാം അറിയാല്ലേ, എപ്പോഴാ തുടങ്ങുന്നത്, പ്യൂബേർട്ടിയിലാണല്ലേ തുടങ്ങുക. പ്യൂബർട്ടിയിലാണ് മെയിൻ ആയിട്ട് തുടങ്ങുക അല്ലെ. അതായത് നമുക്ക് എന്താണ്, നമുക്കൊരു
നമ്മൾ ടീനേജിൽ നമ്മുടെ അഡോളസൻസിലൊക്കെ എത്തി നമ്മൾ സെക്ഷുവൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരു 13, 14, 15 ആ ഒരു വയസ്സിലൊക്കെയാണ് നമുക്ക് റീപ്രൊഡക്ഷന്റെ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. അതെപ്പോഴാണ് തീരുന്നത്? മെയിൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് തീരെയില്ല. കണ്ടിന്യൂസ് ആയിട്ട് അവർ മരിക്കുന്നിടം വരെ അവർ റീപ്രൊഡക്റ്റീവ്ലി എന്തായിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ എറൗണ്ട് ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് എന്താണ്, റീപ്രൊഡക്ഷന്റെ എബിലിറ്റി നഷ്ടപ്പെട്ടു പോവും. അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് ഇപ്പോഴേ ഞാൻ പറഞ്ഞ് എന്ത് ചെയ്യുന്നില്ല, സ്പോയിലർ ആക്കുന്നില്ല. നമുക്ക് അകത്ത് നമ്മൾ മെൻസ്ട്രേഷൻ പഠിക്കുമ്പോൾ അത് പഠിക്കാം. അതിനൊരു പേരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മുടെ മെയിൻ കഥയിലേക്ക് വരാം. എങ്ങനെയാണ് നമ്മുടെ സ്പേം ഉണ്ടായത്, അല്ലെങ്കിൽ നമുക്ക് ആദ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിക്കാം. ഓക്കെ, എന്തിനെ പറ്റി പഠിക്കണം? മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിക്കണം. അപ്പൊ ഞാൻ എഴുതിക്കോട്ടെ, മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് എന്ന ഹെഡിങ് എഴുതിക്കോട്ടെ. മെയിൽ ഫുൾ ആയിട്ട് എഴുതുന്നില്ല, സമയം കളയുന്നില്ല. റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റം എന്നൊക്കെ പറയാം. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കിട്ടേണ്ട ആദ്യ പോയിന്റ്, എവിടെയാണ് ഇത് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്? പെൽവിസ് അല്ലെങ്കിൽ പെൽവിക് റീജിയനിലാണ്. എന്താണ് പെൽവിസ് എന്ന് ചോദിച്ചാല് കുറെ പേർക്ക് അതും ഡൗട്ടാണ് അല്ലെ. നമ്മുടെ അബ്ഡോമൻ, അതായത് നമ്മുടെ വയറിന്റെ താഴെ, അതായത് നമ്മുടെ ഹിപ്പിന്റെ ഒക്കെ കുറച്ച് താഴെയായിട്ട് എന്താണ്, കുറച്ച് ഭാഗം ഉണ്ടല്ലേ, കുറച്ച് ഭാഗം, അതാണ് പെൽവിക് ഏരിയ അല്ലെങ്കിൽ പെൽവിസ് എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. അതായത് നോക്ക്, ഇത് നമ്മുടെ ബാക്ക്, ഇത് നമ്മുടെ ഫ്രണ്ട് അല്ലെ. എന്നിട്ട് ഏകദേശം ഇതൊരു ഹിപ്പിന്റെ ഒരു ഭാഗം ഇതാണ്. അപ്പൊ ഹിപ്പിന് കുറച്ച് താഴെയായിട്ട് അവിടെയാണ് നമ്മൾ എന്ത് നടക്കുന്നത്, റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ ഈ കാണുന്ന സാധനം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. വെർട്ടിബ്രൽ കോളം, നമ്മുടെ ബാക്കിലുള്ളത് നട്ടെല്ല് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് ഈ ഫിഗറിലോട്ട് നോക്കാം. പെൽവിക് റീജിയൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ആരാ ഇരിക്കുന്നത്? നമ്മുടെ റെക്ടം എന്താ നമുക്ക് അറിയാലേ, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എന്താ? നമ്മുടെ ഫീസിസ്, നമ്മളുടെ രണ്ടിന് പോവാ, ടോയ്ലറ്റ് പോവാ, അതിന് സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് നമ്മുടെ റെക്ടവും ഏനസും. ഓക്കെ, നമ്മളുടെ ഫീസിസ് സ്റ്റോർ ചെയ്യുന്നതാണ് റെക്ടത്തില്. പിന്നെ നമ്മളെ ടോയ്ലറ്റ് പോകാൻ സഹായിക്കുന്ന ആരാണ്? ആ ഓപ്പണിംഗ് എന്താണ്? ഏനസ് എന്ന് പറയും അല്ലെ. പിന്നെ നമുക്ക് അറിയുന്ന ആരെയൊക്കെ നോക്കാം. യുറേറ്ററിനെ നമുക്കറിയാം. അതൊക്കെ എക്സ്ക്രീഷൻ ചാപ്റ്ററിൽ കഴിഞ്ഞ വർഷം പഠിച്ചതായതുകൊണ്ട് ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് അല്ല. ഞാൻ ജസ്റ്റ് അവർ നമുക്കത് തന്നേക്കുന്ന നമ്മുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പൊസിഷൻ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഇതൊരു കിഡ്നി ഞാൻ കറക്റ്റ് ഷേപ്പ് വരയ്ക്കുന്നില്ല. ആണെങ്കിൽ അവിടുന്ന് യുറേറ്റർ വരും, പിന്നെ യൂറിനറി ബ്ലാഡർ, അവിടുന്ന് യുറേത്ര, പിന്നെ യൂറിനറി ഓപ്പണിംഗ്, അങ്ങനെ കിഡ്നി. അപ്പൊ ഈ യുറേറ്റർ ഉണ്ടോ, നമ്മൾ ഈ സൈഡിൽ നിന്നല്ലേ നോക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഒരു യുറേറ്റർ മാത്രമേ ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ, അതാണ് ഇത്. പിന്നെ യൂറിനറി ബ്ലാഡർ, ഈ കാണുന്ന മഞ്ഞ സാധനം കണ്ടോ, അതാണ് നമ്മുടെ യൂറിനറി ബ്ലാഡർ. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു സാധനം പീനിസ് എന്താണെന്ന് അറിയല്ലേ. മെയിൽസിന്റെ എന്താണ്, എക്സ്ക്രീഷൻ നടക്കുന്ന ഒരു ഇതാണ്. നമ്മൾ റീപ്രൊഡക്ഷനെ കുറിച്ച് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. പിന്നെ എന്താണ് യുറേത്ര നമ്മൾ പഠിച്ചു. യൂറിനറി ബ്ലാഡറിന്ന് പീനിസിലേക്ക് വരുന്ന ട്യൂബാണ്. യുറേത്ര വഴിയാണ് മൂത്രം പുറത്തേക്ക് പോവുക. അപ്പൊ ഇത്രയും കാര്യം നമുക്കറിയാം. അപ്പൊ നമുക്ക് അറിയാവുന്ന ആൾക്കാരെല്ലാം നമുക്ക് ആദ്യം ഒന്ന് വെട്ടിയിടാം. ഓക്കെ, റെക്ടം അറിയാം, ഏനസ് അറിയാം, യൂറിനറി ബ്ലാഡർ അറിയാം, യുറേറ്റർ അറിയാം, പീനിസ് അറിയാം, യുറേത്ര അറിയാം. ഇത്രയും സാധനം നമുക്ക് അറിയാം. പിന്നെ നമ്മൾ പുതിയതായിട്ട് എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്? അപ്പൊ പെട്ടെന്ന് ആദ്യമേ നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആവും, ബുദ്ധിമുട്ടാവും. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ആദ്യം നമുക്കൊന്ന് പഠിക്കാം, എന്നിട്ട് ഞാൻ ഓരോന്നും പറഞ്ഞുതരാം എന്തൊക്കെയാണ്. നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 4 ഡിഫറെന്റ് എന്താണ് ബോഡി സ്ട്രക്ചേഴ്സ്. 4 കാര്യങ്ങളാണ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ളത്. ഇപ്പൊ തന്നെ എന്റെ കൂടെ പഠിച്ചു വരിക കേട്ടോ. എന്തൊക്കെയാണ്? ഒന്ന്, ടെസ്റ്റസ്. വെറുതെ ടെസ്റ്റസ് അല്ല, എ പെയർ ഓഫ് ടെസ്റ്റസ്. എത്ര ടെസ്റ്റസ് ഉണ്ട്? ബോയ്സിനെ അറിയായിരിക്കും അല്ലെ. എത്ര ടെസ്റ്റസ് ഉണ്ട്? 2 ടെസ്റ്റസ് ആണ് ഉള്ളത് അല്ലെ. പിന്നെ വരുന്നതാണ് ആക്സസറി ഡക്റ്റുകൾ, ആക്സസറി ഡക്ട്സ് എന്ന് പറയും. പിന്നെ വരുന്നതാണ് ആക്സസറി ഗ്ലാൻസ് എന്ന് പറയും. പിന്നെ വരുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പൊ ടെസ്റ്റിസ് പഠിച്ചു, ആക്സസറി ഡക്ട് പഠിച്ചു, ആക്സസറി ഗ്ലാൻഡ് പഠിച്ചു, പിന്നെന്താ? എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. പേര് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇത് എന്താണ്, ഇതൊക്കെ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്നൊക്കെ കണ്ട് മനസ്സിലാക്കുമ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ,
ടെസ്റ്റിസ്, ആക്സസറി ഡക്ട്, ആക്സസറി ഗ്ലാൻസ് ആൻഡ് എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. ഇനി ഇതിനെ ഓരോന്നിനെ പറ്റി പഠിച്ചാലോ? നമുക്ക് ആദ്യം ആക്സസറി, ഓരോന്നിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പഠിക്കല്ല, പക്ഷെ ആക്സസറി ഡക്റ്റ് എന്ന് പറഞ്ഞാല് 4 ഉള്ളത്. ഓക്കെ. ആക്സസറി ഗ്ലാൻസ് എന്ന് വെച്ചാൽ 3 ഉള്ളത്. ബാക്കി രണ്ടും, ഇത് 2 ഉണ്ട്, പെയർഡ് ആണ്. ഓക്കെ, ഒരു പെയർ ഓഫ് ടെസ്റ്റിസ് ആണ്. പിന്നെ എക്സ്റ്റേണൽ ജെനൈറ്റാലി എന്ന് വെച്ചാൽ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ, മെയിൽസിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇനി ആക്സസറി ഡക്റ്റുകൾ എന്തൊക്കെയാന്ന് നോക്കാം അല്ലെ. ആക്സസറി ഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ആക്സസറി ഡക്റ്റുകളെ പറ്റി നോക്കുകയാണെങ്കിൽ 4 ഉള്ളതെന്ന് പറഞ്ഞു. അവർ 4 പേര് ആരൊക്കെയാന്ന് പറഞ്ഞുതരാം. ഈ ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചോ. 1, റെറ്റെ ടെസ്റ്റസ് എന്ന് പറയും. ഓക്കെ, എന്തെന്ന് പറയും? റെറ്റെ ടെസ്റ്റസ് എന്ന് പറയും. ആദ്യത്തെ ഡക്റ്റ് ആണ് റെറ്റെ ടെസ്റ്റസ്. പഠിച്ചോ. കാരണം പേര് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. ടെസ്റ്റസിൽ നിന്ന് ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യാം, ഇവരുടെ ജോലി പറഞ്ഞുതരാം. ടെസ്റ്റിസിന്റെ ജോലി എന്ന് വെച്ചാല് മെയിൻ, ടെസ്റ്റിസ് ഒരു പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. പ്രൈമറി എന്ന് വെച്ചാല് എന്താണ്? ഇവര് മാത്രമേ ഉള്ളൂ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്പേം പ്രൊഡക്ഷൻ നടക്കുന്ന എവിടെയാണ്? സ്പേം പ്രൊഡക്ഷൻ ടെസ്റ്റിസിലാണ്. പിന്നെ വേറൊരു ഫംഗ്ഷൻ പറഞ്ഞുതരാം. ടെസ്റ്റിസിന്റെ വേറൊരു ഫംഗ്ഷൻ ആണ് ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ്രോജൻസ് എന്ന് വെച്ചെന്താ? ഞാൻ കഴിഞ്ഞ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പറഞ്ഞല്ലേ, ആൻഡ്രൂ ആണാണല്ലേ. മെയിൽ സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള ലൈക് ടെസ്റ്റോസ്റ്ററോൺ അങ്ങനത്തെ ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ആൻഡ്രോജൻസ്. അങ്ങനെ ഹോർമോൺസ് ആണ് ആൻഡ്രോജൻസ്. ഇപ്പൊ ടെസ്റ്റിസ് ആണ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ആക്സസറി ഡക്സിന്റെ ജോലി എന്ന് പറഞ്ഞാല് സ്റ്റോറേജ് ഒരു ജോലിയാണ്. ഓക്കെ, സ്പേം സെൽസിനെ സ്റ്റോർ ചെയ്യുക, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ. എന്താണ്? സ്പേം സെൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുക. അതാണ് ആക്സസറി ഡക്റ്റിന്റെ ജോലി. ഇതെല്ലാം പടം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഒന്നും മനസ്സിലായില്ലെങ്കിലും പേടിക്കേണ്ട, ഞാൻ ഇതെല്ലാം വീണ്ടും പറഞ്ഞു തരുന്നതാണ്. ആക്സസറി ഗ്ലാൻഡ് എന്ന് വെച്ചാൽ നമുക്കറിയാലേ, എന്തോ ഒരു സാധനം സെക്രീറ്റ് ചെയ്യുന്നതാണ് ഗ്ലാൻഡ് എന്ന് പറയുക. അപ്പൊ കുറച്ച് സാധനങ്ങൾ സെക്രീറ്റ് ചെയ്യുന്നതാണ്. എന്ത് സാധനമാണെന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ വരുന്നതാണ് എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. അതായത് എക്സ്റ്റേണൽ ജെനൈറ്റാലിയ നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്ന നമ്മുടെ ജെനൈറ്റൽസ്. ഓക്കെ, നമ്മളുടെ ബൈ ബർത്ത്, ഇപ്പൊ നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഏത് എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ആണോ കാണുന്നത്, അത് വെച്ചിട്ടാണ് ഒരു ഡോക്ടർ നമ്മളുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മുടെ സെക്സ് ഏതാണെന്ന് ചിന്തിക്കുന്നത്. അപ്പോ അതാണ് ഫോർ എക്സാമ്പിൾ പീനിസ്. മെയിൽസിന്റെ കേസിൽ പീനിസ് ആണ് അല്ലെ. ഓക്കെ, ഇനി ആക്സസറി ഡക്സ് 4 ഉള്ളതെന്ന് പറഞ്ഞു. ഏതൊക്കെയാ നോക്കാം. 1, റെറ്റി ടെസ്റ്റസ്. ഓക്കെ. 2, വാസ എഫറൻഷ്യ. കൂടെ പഠിച്ചേ. അതുകൊണ്ട് ഞാൻ പതുക്കെ പറയുന്നത്. റെറ്റി ടെസ്റ്റസ്, വാസ എഫറൻഷ്യ. എന്നെ കൂടെ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് വട്ടാന്നൊന്നും വിചാരിക്കില്ല. 3ാമത്തെ ആണ് എപ്പിഡിഡിമേസ്. എപ്പിഡേമേസ്. സ്പെല്ലിംഗ് ഇത് തന്നെയാണോ? എനിക്ക് തെറ്റോ? അല്ലല്ലോ, തെറ്റിയോ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ ഇതൊക്കെ? 4ാമത്തേതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? റെറ്റി ടെസ്റ്റസ്, വാസ് ഡെഫറൻസ്, എപ്പിഡെമിസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾ ഇവനാണ്, വാസ് ഡെഫറൻസ്. ഈ ഒരു ചാപ്റ്ററിൽ മാത്രമല്ല, നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പോകുമ്പോൾ ഏതാ? സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അതിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്ന ആളാണ്. വെസക്ടമിയിലൊക്കെ നമ്മൾ ഇവനെ കുറിച്ചിട്ടാണ് പറയുക. ഓക്കെ, അതാണ് നമ്മളുടെ 4 ആക്സസറി ഡക്റ്റുകൾ എന്ന് പറയും. ഓക്കെ, റെറ്റി ടെസ്റ്റസ് ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചോ. വാസ് ഡെഫറൻഷ്യ, എപ്പിഡിഡിമിസ്, വാസ് ഡെഫറൻസ്. ഇനി അടുത്തത് ആക്സസറി ഗ്ലാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 പേരാണ് ഉള്ളതെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ. 3 പേരാണ് ഉള്ളത്. അവരുടെയൊക്കെ പേര് നമുക്കൊന്ന് പഠിക്കാം. 1, സെമിനൽ വെസിക്കിൾസ്. ഇപ്പൊ ഞാൻ പടം കാണിച്ചു തരാം, അപ്പൊ മനസ്സിലാവും. അപ്പൊ ആദ്യം ഇവരുടെ ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് പേര് പഠിച്ചു വെക്കുക. ഫംഗ്ഷനൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ ജോലി എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ പേര് പഠിച്ചു വെക്കുക. അതിന് വേറെ ട്രിക്ക് എന്നൊക്കെ പറഞ്ഞാല് അധികമൊന്നും ഇല്ല, കുറെയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മാക്സിമം നമ്മൾ ഇവരുടെയൊക്കെ പേര് പഠിച്ചു വെക്കാൻ നോക്കും. 2, സെമിനൽ വെസിക്കിൾസ്. 2, എന്താണ്?
പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ പറ്റി. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? മെയിൽസ് ഒരുപാട് കേട്ടിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ ഈ സെമിനൽ വെസിക്കിൾസ് എന്ന് വെച്ചാൽ രണ്ടെണ്ണമാണുള്ളത്, പെയേർഡ് ആണ്. ഓക്കെ, പെയേർഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ടെക്സ്റ്റിൽ പെയേർഡ് എന്ന് എഴുതിയേക്കുന്നത്. അതിന്റെ അർത്ഥം രണ്ടെണ്ണം ഉണ്ട്, ഒരു പെയർ ഉണ്ട്. പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. മൂന്നാമതായിട്ട് വരുന്നതാണ് ആര്? നമ്മളുടെ ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. ഇവരുടെ ഒക്കെ ജോലി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. പിന്നെ എക്സ്റ്റേണൽ ജെനൈറ്റാലി എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാം അല്ലെ? പീനിസ്. ടെസ്റ്റിസ് എന്താ നമുക്കറിയാം. നമ്മളിപ്പോ എല്ലാവരുടെയും പേരൊന്ന് കേട്ടു. ഇനി നമുക്ക് പിക്ചർ നോക്കിയിട്ട് അതൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഈ പിക്ചർ നോക്കാം. ഇതാണ് കാണാൻ കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, അപ്പൊ ഇത് നോക്കുമ്പോ യുറേറ്റർ നമുക്ക് ഓൾറെഡി അറിയാം, അതുകൊണ്ട് അതിനെ നമുക്കൊന്ന് വെട്ടിക്കളയാം. ഓക്കെ, യുറേറ്റർ നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ്? കിഡ്നിന്ന് യൂറിനറി ബ്ലാഡറിലേക്ക് വരുന്ന ട്യൂബാണ്. യൂറിനറി ബ്ലാഡർ നമുക്കറിയാം, നമ്മുടെ യൂറിൻ സ്റ്റോർ ചെയ്യുന്ന. പിന്നെ നമുക്ക് എന്താ അറിയാവുന്ന? യുറേത്ര നമുക്കറിയാം, യൂറിനറി ബ്ലാഡറിൽ നിന്ന് പീനിസ് വഴി പുറത്തേക്ക് പോകുന്ന ട്യൂബാണ്. നമ്മൾ മൂത്രം ഒഴിക്കുന്നത് അത് വെച്ചിട്ടാണ്. പിന്നെ ടെസ്റ്റിസ് നമ്മളിപ്പോ പഠിച്ചല്ലേ, ഒരു രണ്ടെണ്ണം ഉണ്ട് അല്ലെ? ഒരു പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ട്, ഒരു ഉണ്ട പോലത്തെ സാധനമാണ്. അതിനെക്കുറിച്ച് നമ്മളിപ്പോ കൂടുതലായിട്ട് പഠിക്കും. ടെസ്റ്റിസ് പഠിച്ചു. പിന്നെ ഇനി ഞാൻ പറഞ്ഞു ആക്സസറി ഡക്റ്റുകളെ കുറിച്ച് പറഞ്ഞു. ആക്സസറി ഡക്റ്റ് എന്താണ്? സ്പേമിനെ സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്നതാണ് അല്ലെ? സ്പേമിനെ എന്ത് ചെയ്യാന്? സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്നതാണ്. അപ്പൊ സ്പേമിനെ ഉണ്ടാക്കുന്ന എവിടാന്നാ പറഞ്ഞത്? ടെസ്റ്റിസിലാണ്. അതൊക്കെ ഞാൻ കൂടുതൽ പിന്നെ പറഞ്ഞുതരാം, എങ്ങനെയാണ് സംഭവം, എന്താണ്, ആരൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പൊ ഇത്രയൊന്നും ആലോചിച്ച് നോക്ക്. രണ്ട് ടെസ്റ്റിലും സ്പേം ഉണ്ടായി. ടെസ്റ്റിസിലും സ്പേം ഉണ്ടായി എന്ന് വിചാരിച്ചോ. ആ സ്പേമിന് എവിടെ എത്തണം? ആ സ്പേമിന് പുറത്തു പോകണ്ടേ? സ്പേമിന് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ എത്തണം ഇൻസെമിനേഷൻ ചെയ്യുമ്പോൾ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ സ്പേമിനെ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിച്ച് നമ്മുടെ പീനിസിന്റെ അറ്റം വരെ എത്തിക്കണം അല്ലെ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളുടെ ആക്സസറി ഡക്റ്റുകളെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ആരെ ഉപയോഗിക്കുന്നത്? ആക്സസറി ഡക്റ്റുകളെ ഉപയോഗിക്കുന്നത്. ഒന്ന്, ആദ്യത്തെ ഇതൊക്കെ നിങ്ങൾ വിട്ടേക്ക്, ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ്, അപ്പൊ ടെസ്റ്റിസിൽ സ്പേം ഉണ്ടായാൽ ആദ്യം സ്പേം എങ്ങോട്ടാ പോകുന്നത്? റെറ്റെ ടെസ്റ്റിസില്. അപ്പൊ പേര് ഓർത്തു വെക്കാൻ എളുപ്പമായില്ലേ? ആദ്യം ടെസ്റ്റിസിൽ നിന്ന് ആദ്യം പോകുന്നത് എങ്ങോട്ടാ? റെറ്റെ ടെസ്റ്റിസ്. ടെസ്റ്റിസ് അതിനകത്ത് തന്നെ ഉണ്ടല്ലേ? ടെസ്റ്റിസിൽ സ്പേം ഉണ്ടായി ആദ്യം പോകുന്നത് റെറ്റെ ടെസ്റ്റിസിൽ. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കാം. അത് കഴിഞ്ഞിട്ട് പോകുന്നതാണ് വാസ എഫറൻഷ്യ. ഇത് കണ്ടോ, റെറ്റെ ടെസ്റ്റിസ് ആണ് ഇത്. അത് കഴിഞ്ഞ് ഇവിടെയാണ് റെറ്റെ ടെസ്റ്റിസ്, ഇവിടെയാണ് വാസ എഫറൻഷ്യ. അതൊക്കെ ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ പേടിക്കേണ്ട, മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഓവർവ്യൂ ആണ് തരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് വാസ എഫറൻഷ്യ, ഈ കാണുന്ന സാധനം. ഞാൻ കുറച്ചുകൂടെ വലിയ എൻലാർജ്ഡ് ഇമേജ് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഇത് തന്നെ വലുതാക്കി കാണിച്ചു തരാം. ഇതിന്റെ ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ അത് ഓർക്കണ്ട. ഇതാണ് ആ ടെസ്റ്റിസിൽ നിന്ന് സ്പേം ഉണ്ടായാൽ ഇവിടെയാണ് സ്പേം ഉണ്ടാവുന്നത്. അവിടുന്ന് നേരെ അങ്ങോട്ട് പോകും. ഇതാണ് റെറ്റെ ടെസ്റ്റിസ്. റെറ്റെ ടെസ്റ്റിസിൽ നിന്ന് എങ്ങോട്ട് പോകണം? വാസ എഫറൻഷ്യ എന്ന് പറയുന്ന ഇത് കണ്ടോ, കുറെ ട്യൂബുകൾ. അതാണ് അടുത്ത ഡക്റ്റ്, ആക്സസ് ഡക്റ്റ്. അത് കഴിഞ്ഞിട്ട് നല്ല ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ വരും. അതാണ് നമ്മുടെ എപ്പിഡിഡിമിസ്. അതും ഒരു ആക്സസറി ഡക്റ്റ് ആണ്. ഈ കാണുന്ന ഇങ്ങനെ മുടി പോലെ കുറെ മുടി ചുരുട്ടിയിട്ടേക്കുന്ന ഇവിടം വരെ കണ്ടോ, അതാണ് എപ്പിഡിഡിമിസ്. ഇനി എപ്പിഡിഡിമിസ് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മളുടെ ആര്? നമ്മളെ മെയിൻ ആള്, ഏറ്റവും ലെങ്ത് കൂടിയ നമ്മളുടെ ഡക്റ്റാണ് ആര്? വാസ് ഡെഫറൻസ് എന്ന് പറയും. ഓക്കെ, എന്തെന്ന് പറയും? വാസ് ഡെഫറൻസ് എന്ന് പറയും. ഇപ്പൊ വാസ് ഡെഫറൻസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എങ്ങോട്ടാണ് പോകുന്നത് വാസ് ഡെഫറൻസ്? ദേ, എപ്പിഡിഡിമിസിൽ നിന്ന് തുടങ്ങിയാല് ഇതിങ്ങനെ മേളോട്ട് പോകും. അസെൻഡ് ദ അബ്ഡമൻ. ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അബ്ഡമനിന് മേളോട്ട് പോകും. ഓക്കെ, അസെൻഡ് ദ അബ്ഡമൻ, ലൂപ്പ് ഓവർ യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിന്റെ മേളിൽ കൂടെ ഒന്ന് ലൂപ്പ് ചെയ്യും, ഒന്ന് കറങ്ങി വരും. ഓക്കെ, അത് എവിടുന്ന? യുറേറ്റർ വഴിയൊക്കെ ഒന്ന് യൂറിനറി ബ്ലാഡറിന്റെ മേളിൽ കൂടെ കറങ്ങും. എന്നിട്ട് എങ്ങോട്ട് ചേരും? യുറേത്രയിലോട്ട് തന്നെ ചേരും. അപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക, മെയിൽസിന്റെ കാര്യം പറയുമ്പോൾ അവർ യൂറിനേറ്റ് ചെയ്യുന്നതും അവർ ഇജാക്കുലേറ്റ് ചെയ്യുന്നതും ഒരേ ട്യൂബിൽ കൂടെയാണ്. അതായത് അവർ മൂത്രം ഒഴിക്കുന്നതും പിന്നെ അവർ സ്പേം പുറത്തേക്ക് വിടുന്നതും ഒരേ ട്യൂബിൽ കൂടെയാണ്. ആ ട്യൂബിന്റെ പേരെന്താണ്? യുറേത്ര. ഓക്കെ, യുറേത്ര.
അപ്പോ നമുക്കിനി തിരിച്ച് അങ്ങോട്ട് വരാം. നമ്മൾ റെറ്റിഡെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡിമിസ്, വാസ് ഡിഫറൻസിനെ കുറിച്ച് കുറച്ച് സംസാരിച്ചു. ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അടുത്തായിട്ട് നമുക്ക് എന്നാൽ ഈ ഗ്ലാൻഡുകളെ കുറിച്ച് പഠിക്കണം. പക്ഷെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവരെ കുറിച്ച് പഠിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആദ്യമേ പഠിക്കണം. ഓവർവ്യൂ തരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഓൾറെഡി കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. 4 ഉള്ളത്. ഇത് ഒന്നുകൂടെ ഓർത്തോ. 4 മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്: ടെസ്റ്റിസ്, ആക്സസറി ഡക്റ്റുകള്, ആക്സസറി ഗ്ലാൻഡ്സ്, എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. ടെസ്റ്റിസ് 2 ഉള്ളത്, ആക്സസറി ഡക്റ്റ് 4 ഉള്ളത്. ആദ്യം റെറ്റിഡെസ്റ്റിസ്, പിന്നെ വാസ് എഫറൻഷ്യ, പിന്നെ പെഡിഡിമസ്, പിന്നെ വാസ് ഡിഫറൻസ്. പിന്നെ വരുന്നതാണ് ആക്സസറി ഗ്ലാൻഡ്സ്. ആക്സസറി ഗ്ലാൻഡ്സ് എന്ന് പറയുമ്പോൾ അവർ 3 ഉള്ളത്: സെമിനൽ വെസിക്കിൾസ്, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. അതിലെ ആദ്യത്തെയും അവസാനത്തെയും സെമിനൽ വെസിക്കിളും ബൾബോ യുറേത്രൽ ഗ്ലാൻഡും എന്താണ്? പെയേർഡ് ആണ്, 2 ഉണ്ട്. പിന്നെ വരുന്നതാണ് എക്സ്റ്റേണൽ ജെനൈറ്റാലിയ, എന്ന് വെച്ചാൽ എന്താണ്? പുറത്ത് കാണുന്ന നമ്മുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അതെന്താണ്? നമ്മുടെ പീനിസ് ആണ്, അല്ലെ? അത് നമുക്കറിയാം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ടെസ്റ്റിസിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കളയാം. ഓക്കെ, എന്തിനെ പറ്റിയിട്ടാണ്? ടെസ്റ്റിസിനെ പറ്റിയിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു തരാം. എന്തെങ്കിലുമൊക്കെ പല ടൈപ്പ് ഓഫ് പിക്ചേഴ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. പിക്ചേഴ്സ് കാണിക്കാൻ ആവശ്യമുള്ളപ്പോഴെല്ലാം. അപ്പൊ നമ്മൾ ഒരു ടെസ്റ്റിസ് എടുക്കുകയാണ്, പ്ലൂറൽ അല്ല, സിംഗുലർ. ഏതെടുത്താലും ആദ്യത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ്, ഒരുപാട് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്ക്രോട്ടത്തിന്റെ ക്വസ്റ്റ്യൻ. എന്താണ് സ്ക്രോട്ടം? ഓക്കെ, ബോയ്സിന് എല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ, എന്താണ് നമ്മുടെ ടെസ്റ്റിസ്? ഇതാണ് അല്ലേ, 2 ബോൾ പോലെ ഇരിക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ ഈ ടെസ്റ്റിസ് നമ്മുടെ ബോഡി, ബാക്കി എല്ലാ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും എക്സെപ്റ്റ് ദ പീനിസ് എവിടെയാണ് ഉള്ളത്? നമ്മുടെ ബോഡിയുടെ അകത്താണ് ഉള്ളത്. പീനിസ് എന്തിനാ പുറത്ത്? കാരണം നമുക്ക് ഇൻസെമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? പീനിസ് പുറത്തുള്ളത്. പക്ഷെ എന്തിനാണ് നമ്മുടെ ടെസ്റ്റിസ് പുറത്തിരിക്കുന്നത്? അത് ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ടെസ്റ്റിസിനകത്തിരുന്നാ പോരെ, അല്ലേ? ടെസ്റ്റിസ് എന്ന് വെച്ചാൽ എന്താ? ഇത്രയും ചെറിയ 2 സാധനമല്ലേ ഉള്ളൂ. അത് ഇഷ്ടംപോലെ സ്ഥലം അകത്ത് ബാക്കിയുണ്ട്. അപ്പൊ എന്താ പുറത്തിരിക്കാത്തത്? പിന്നെ ടെസ്റ്റിസ് എവിടെ ഇരിക്കുന്നത്? ടെസ്റ്റിസ് ഒരു പൗച്ചിലാണ് ഇരിക്കുക. ഓക്കെ, ടെസ്റ്റിസ് എവിടെയാണ് ഇരിക്കുക? ഒരു പൗച്ചിലാണ് ഇരിക്കുക. ഓക്കെ, ബോഡിയുടെ പുറത്ത്, എന്താണ്? ഔട്ട്സൈഡ് ഓഫ് ദ അബ്ഡമൻ, അബ്ഡമിനൽ ക്യാവിറ്റിയുടെയും പുറത്ത് ഒരു പൗച്ചിലാണ് ആരിയ്ക്കുക? നമ്മുടെ ടെസ്റ്റിസ് ഇരിക്കുക. ആ പൗച്ചിന്റെ പേരാണ് സ്ക്രോട്ടം. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ, എന്തിനാണ് ഈ പൗച്ചിനകത്ത് ഇത് ബോഡിയുടെ പുറത്തിരിക്കുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്തിനായിരിക്കും സ്ക്രോട്ടം സ്ക്രോട്ടത്തിനകത്ത്, ഒരു പൗച്ചിനകത്ത് പുറത്ത് വെച്ചേക്കുന്നത് നമ്മുടെ ടെസ്റ്റിസിനെ എന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ കാര്യം. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാ? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാ? നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? ഏകദേശം 37 ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു ആവറേജ്. സോറി, സെൽഷ്യസ് അല്ല, സെൽഷ്യസ് തന്നെയാണ്, സോറി. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മളുടെ ആവറേജ് ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്പേം എന്ന് പറയുന്നത് എന്താണ്? ചെറിയ ടൈനി ടൈനി ആയിട്ടുള്ള സെൽസ് അല്ലേ? ഇവർക്ക് ജീവിക്കണമെങ്കിൽ വലിയ ടെമ്പറേച്ചർ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ സ്പേം ഉണ്ടാക്കുക, നമ്മൾ നേരത്തെ കണ്ടല്ലേ, ഗ്യാമേറ്റ് ഉണ്ടാക്കുന്നതിനാണ് ഗ്യാമറ്റോജനസിസ് എന്ന് പറയാം. അപ്പൊ മെയിൽ ഗ്യാമേറ്റ് ഉണ്ടാക്കുന്നത് എന്താണ്? മെയിൽ ഗ്യാമേറ്റ് ആരാ? സ്പേം. അപ്പൊ സ്പേം ഉണ്ടാക്കുന്നതിന് എന്തെന്നാ പറയാ? സ്പെർമാറ്റോജനസിസ് എന്ന് പറയാ, അല്ലെ? സ്പെർമാറ്റോജനസിസ്, അതായത് സ്പേം ഉണ്ടാക്കുക. ഈ സ്പേം ഉണ്ടാക്കുന്ന പ്രോസസ് ആയിട്ടുള്ള സ്പെർമാറ്റോജനസിസിന് എത്രയും ടെമ്പറേച്ചർ പറ്റില്ല? 37 ഡിഗ്രി സെൽഷ്യസ് പറ്റില്ല. അതിന് എത്രേ പറ്റൂ? കുറവേ പറ്റൂ. അപ്പൊ നമുക്കൊരു 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ നമുക്ക് കുറയ്ക്കണം. അത്രയൊന്നും പറ്റില്ല, നോർമൽ ബോഡി ടെമ്പറേച്ചർ പറ്റില്ല. അതുകൊണ്ടാണ്, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? സ്ക്രോട്ടത്തിനെ പുറത്ത് വെച്ചിട്ട് ടെസ്റ്റിസിനെ അതിനകത്തിട്ട് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ബോഡി ടെമ്പറേച്ചറിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുക. അവിടുത്തെ സ്ക്രോട്ടത്തിലെ ടെമ്പറേച്ചർ കുറവായിരിക്കും, അല്ലെ? സ്ക്രോട്ടത്തിൽ ടെമ്പറേച്ചർ കുറവാണ്, അതുകൊണ്ട് തന്നെ സ്പെർമാറ്റോജനസിസ് ഈസി ആയിട്ട് നടക്കും. സ്പേം ഒന്നും പെട്ടെന്ന് ചത്തു പോവില്ല. ഓക്കെ, അതാണ് ടെസ്റ്റിസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നൊരു കാര്യം പറയാനുള്ളത് എന്താ? ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്, ടെക്സ്റ്റിൽ ഇല്ലാത്തതാണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രോട്ടം ഔട്ടർ പ്രൊട്ടക്റ്റിംഗ് കവർ ആണ്, നമുക്കറിയാം. ഇറ്റ് ഇസ് എ
ഭയങ്കര തിക്കായിട്ടുള്ള ടിഷ്യൂസ് ആണ് അവിടെ ഉള്ളത്. അതൊക്കെ പോട്ടെ. ഇനി അതിനകത്ത് ഒരു ടെസ്റ്റിസ് എടുത്താൽ ആ ടെസ്റ്റിസിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ, അതിനെ വിളിക്കുന്ന പേരാണ് ട്യൂണിക്ക ആൽബുഗീനിയ. ട്യൂണിക്ക ആൽബുഗീനിയ. ഓക്കെ, അതൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്, വേണമെങ്കിൽ ഓർത്തിരുന്നോ. ട്യൂണിക്ക ആൽബുഗീനിയ ആണ് ടെസ്റ്റിസിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ, പക്ഷെ സ്ക്രോട്ടത്തിനകത്തുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോ ടെസ്റ്റിസ് വരച്ചല്ലേ, ടെസ്റ്റിസ് ഏത് ഷേപ്പിലാണ് ഞാൻ വരച്ച? ആ, ഓവൽ ഷേപ്പ്. അപ്പൊ ടെസ്റ്റിസ് ഏത് ഷേപ്പാണ്? ഓവൽ ഷേപ്പാണ് ഉള്ളത്. ഇനി ടെസ്റ്റിസിന്റെ ലെങ്ത് എത്രയാണ്? ഇപ്പൊ നമ്മൾ മാത്സ് പഠിക്കാൻ പോവാ കുറച്ച്. ഓക്കെ, 3 to 5 സെന്റിമീറ്റർ, സോറി 4 to 5 സെന്റിമീറ്റേഴ്സ് ആണ്. മീറ്റർ എന്തായാലും വരില്ല. മീറ്റർ എന്ന് വെച്ചാൽ 400-500 സെന്റിമീറ്റർ ആയി. ഒരു സ്കെയില് നിങ്ങൾ എടുത്തു നോക്കിയിട്ട് അതില് എന്താണ് 4 to 5, അത്രയാണ് ഒരു സ്ക്രോട്ടത്തിന്റെ, സോറി ടെസ്റ്റിസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, സ്ക്രോട്ടത്തിനെ കുറിച്ചല്ല. ഒരു ടെസ്റ്റിസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 to 5 സെന്റിമീറ്റർ ആണ്. അതിന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്, അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 to 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ആ മെഷർമെന്റ്സ് ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷെ ഷേപ്പ് വേണമെങ്കിൽ ചോദിക്കാം. ഓവൽ ഷേപ്പ് ആണുള്ളത്. അതിനൊരു ഡെൻസ് കവറിങ് ആണുള്ളത്. ഓക്കെ, ഡെൻസ് ആയിട്ടുള്ള കവറിങ് ആണ് ഉള്ളത് ടെസ്റ്റിസിന്. ഇനി ഞാൻ ഒരു സാധനം, ഒരു ഫ്ലോ ചാർട്ട് പോലെ വരച്ച് കാണിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ പുറത്ത് എന്തുണ്ട്? സ്ക്രോട്ടം ഉണ്ട്, ഒരു ഡെൻസ് കവറിങ് ആണ് അല്ലെ. സ്ക്രോട്ടത്തിനകത്ത് ആരുണ്ട്? നമ്മുടെ ടെസ്റ്റിസ് ഉണ്ട്, 2 ടെസ്റ്റിസ് ഉണ്ട്. ഇനിയാണ് നമ്മൾ ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഒരു ടെസ്റ്റിസ് എടുത്താൽ ആ ടെസ്റ്റിസിനകത്ത് ഓരോ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഓക്കെ, എന്തുണ്ട്? ഓരോ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നമ്മൾ ട്രെയിനിലൊക്കെ കമ്പാർട്ട്മെന്റ് എന്ന് പറയത്തില്ലേ, അതുപോലെ ടെസ്റ്റിസിനെയും പല പല കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചേക്കാണ്. ഏകദേശം അറൌണ്ട് 250 കമ്പാർട്ട്മെന്റ്സ് ആണ് ഉള്ളത്. 250ഓളം കമ്പാർട്ട്മെന്റ്സ് ആണ് ഉള്ളത്. ഈ കമ്പാർട്ട്മെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്താ? ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ്. ടെസ്റ്റിക്കുലാർ എന്ന് കേട്ട അപ്പോഴേ ഓർത്തോണം അത് ടെസ്റ്റിസിനകത്തുള്ളതാണ്. ലൊബ്യൂൾ എന്ന് പറയുന്ന സാധനം പല പല സ്ഥലത്ത് നമ്മൾ കേട്ട് കാണും, പക്ഷെ ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെസ്റ്റിസിനകത്തുള്ള ലൊബ്യൂളാണ്. ഇനി അത് എന്താന്ന് മനസ്സിലാവാത്തവർക്ക് നമുക്ക് അതിന്റെ പടം ഒന്ന് കണ്ടു നോക്കാം. ഈ പടം കണ്ടാൽ മനസ്സിലാവില്ല, ഇത് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഇത് നോക്ക്. നമുക്ക് എൻലാർജ് ചെയ്തിട്ട് ഒരു ടെസ്റ്റിസിനെ മാത്രമായിട്ട് നോക്കാം. ഓക്കെ, ഇതൊരു ടെസ്റ്റിസ് ആണ്. 2 ടെസ്റ്റിസ് ഉണ്ട്. ഒരു ടെസ്റ്റിസിനെ മാത്രം നമ്മളൊന്ന് മുറിച്ചു, പകുതിക്ക് മുറിച്ചു. ഇങ്ങനെയും പകുതിക്ക് മുറിച്ചു, ഇങ്ങനെയും പകുതിക്ക് മുറിച്ചു. ദേ, അപ്പൊ നമുക്ക് ഇങ്ങനൊരു സ്ട്രക്ചർ കിട്ടി. ഓക്കെ, ഇങ്ങനൊരു സ്ട്രക്ചർ കിട്ടി. അപ്പൊ ഈ കാണുന്ന ഇതൊരു കമ്പാർട്ട്മെന്റ് ആണ്, 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 ഇതൊരു കമ്പാർട്ട്മെന്റ് ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ്. ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ്. ദേ കണ്ടോ, ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ്? അപ്പൊ നമ്മൾ അതും പഠിച്ചു അല്ലെ. ടെസ്റ്റിസിനെ ആദ്യം നോക്കുമ്പോൾ, ടെസ്റ്റിസിനെ നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക വലിയ വലിയ 250ഓളം, ഒരു ടെസ്റ്റിസിൽ 250ഓളം കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ആ കമ്പാർട്ട്മെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ് എന്നുള്ളത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ് എന്താണെന്ന്? മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ ആയിട്ട് ആ ഫ്ലോ ചാർട്ട് വരയ്ക്കാം. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇത് കണ്ട് കണ്ട് പോവാലോ. അപ്പൊ ടെസ്റ്റിസ് ആദ്യം എന്തുണ്ട്? സ്ക്രോട്ടം ഉണ്ട്. സ്ക്രോട്ടത്തിലുണ്ട് എന്തുണ്ട്? അറൌണ്ട് 250 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. കമ്പാർട്ട്മെന്റ്സ്. ഓക്കെ, അതിന്റെ പേരാണ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ്. ഞാനിപ്പോ ഫുൾ എഴുതുന്നില്ല, ഒരു പ്രാവശ്യം എഴുതിയതുകൊണ്ട്. ഇനി ആ ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസിനകത്ത് വീണ്ടും നമ്മൾ അതിനകത്തോട്ട് നോക്കിയാൽ ഓരോ കമ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ അതിൽ 2 to 3 എന്താണ്? ഹൈലി കോയിൽഡ് ആയിട്ടുള്ള, അതായത് കോയിൽഡ് എന്ന് വെച്ചാൽ എന്താ? കോയിൽ ചെയ്യുക. നമ്മുടെ ടെലിഫോണിന്റെ ഒക്കെ വയർ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ചുരുണ്ട് 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 ചുരുണ്ട്. പിന്നെ മുടി, കേളി ഹെയർ, ഭയങ്കര ചുരുണ്ട് ചുരുണ്ട്. ഹൈലി കോയിൽഡ് എന്ന് വെച്ചാൽ ചുരുണ്ട് ചുരുണ്ടുള്ള എന്തുണ്ട്? കുറച്ച് ട്യൂബുകളുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ്, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, സെമിനിഫെറസ് ട്യൂബ്യൂൾസ്. എന്താണ്? സെമിനിഫെറസ് ട്യൂബ്യൂൾസ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ പഠിച്ചു? സ്ക്രോട്ടം ഉണ്ട്, സ്ക്രോട്ടത്തിനകത്ത് ടെസ്റ്റിസ് ഉണ്ട്. ടെസ്റ്റിസിന് 250 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഓക്കെ, 250ഓളം കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ആ കമ്പാർട്ട്മെന്റ്സിന്റെ പേരാണ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ്. ഇനി ഓരോ ലൊബ്യൂളും എടുത്തു നോക്കിയാൽ അതിനകത്ത് ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്.
അതിനെയാണ് നമ്മൾ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് വിളിക്കുക. എന്തെന്ന് വിളിക്കുക? സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് വിളിക്കുക. നമുക്കൊന്ന് നോക്കിക്കളയാം. ഞാനൊന്ന് ഇറൈസ് ചെയ്യട്ടെ ഇത്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഓരോ കമ്പാർട്ട്മെന്റ് എടുത്താൽ അതിലെന്തുണ്ട്? സെമിനിഫെറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന ചെറിയ ട്യൂബ്യൂൾസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ലേ? ഞാൻ കുറച്ചുകൂടെ വലിയൊരു ഇമേജ് കാണിക്കേണ്ടായിരുന്നു, ഞാൻ കാണിക്കാം. ഓക്കെ, ഇങ്ങനെ കോയിൽ ചെയ്ത് വെക്കുന്ന 1 മുതൽ 3 വരെ, 1, 2, 3 അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. 1 മുതൽ 3 വരെ എന്തുണ്ട്? കമ്പാർട്ട്മെന്റ്സ് ആണുള്ളത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സോറി, ഹൈലി കോയിൽഡ് സ്ട്രക്ചേഴ്സ് ആണുള്ളത്. അതിനെയാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് വിളിക്കുക. ഇനി ഓരോ ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇവര് കോയിൽഡ് ആണ്, അത് നമുക്കറിയാം. ഇവിടെയാണ് ശരിക്കും നമ്മൾ പറഞ്ഞു ടെസ്റ്റിസിലാണ് സ്പേം പ്രൊഡ്യൂസ് ആവുക അല്ലെ. ഇനി നമ്മൾ ചോദിക്കും, അപ്പൊ ടെസ്റ്റിസിലാണ് നമുക്കറിയാം, പക്ഷെ ടെസ്റ്റിസിൽ എവിടെയാണ് സ്പേം പ്രൊഡ്യൂസ് ആവുക? സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ് സ്പേം പ്രൊഡക്ഷൻ നടക്കുക. അപ്പൊ സ്പേം പ്രൊഡക്ഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ടെസ്റ്റിസിലാണ്. ടെസ്റ്റിസ് എന്നൊരു ഓപ്ഷൻ ഇല്ല. കുറച്ചുകൂടെ സ്പെസിഫിക് ആണെങ്കിൽ അത് എവിടെ നടക്കുക? സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ്. ഇനി സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഇല്ല. വേറെ ഇതാണ് കുറച്ചുകൂടെ സ്പെസിഫിക് ആവണമെങ്കിൽ നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് അതിനെ പഠിക്കണം അല്ലേ. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കാം. നമ്മൾ ആദ്യം ടെസ്റ്റിസ് എടുത്തു, മുറിച്ചു, കമ്പാർട്ട്മെന്റ്സ് കണ്ടു, ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസ് കണ്ടു. അതിനകത്തോട് നോക്കിയപ്പോൾ 1, 2, 3 ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസ് കണ്ടു. ഇനി സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ നമ്മൾ ശക്തിയായിട്ടൊന്ന് പഠിക്കുകയെന്ന് വിചാരിച്ചു. ഓക്കെ, സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി 2 ടൈപ്സ് ഓഫ് സെൽസ് ആണ് നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ ഉള്ളത്. ഓക്കെ, വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സെമിനിഫറസ് ട്യൂബ്യൂൾസിലുള്ള 2 ടൈപ്സ് ഓഫ് സെൽസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഒന്ന്, മെയിൽ ജേം സെൽസ്. മെയിൽ ജേം സെൽസ് എന്നാണ് വിളിക്കുന്നതെങ്കിലും എക്സാം ഇടുന്ന ആൾക്കാർക്ക് ഇതിനെ വിളിക്കാൻ കൂടുതൽ ഇഷ്ടം എന്താണ്? സ്പെർമാറ്റോഗോണിയ. സ്പെർമാറ്റോഗോണിയ. ഓക്കെ, അപ്പൊ മെയിൽ ജേം സെൽസ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്. ജേം സെൽ എന്ന് വെച്ചാൽ മെയിൽ ഗമേറ്റ്സ് ഉണ്ടാക്കുന്ന സെല്ലാണ് അല്ലെ. അപ്പം അതാണ് ഈ സ്പെർമാറ്റോഗോണിയ. മറ്റൊരു പേരാണ് ഈ സ്പെർമാറ്റോഗോണിയ എന്ന് പറയുന്നത്. അതായത് സ്പെർമാറ്റോഗോണിയ അതിന്റെ അർത്ഥം എന്താണ്? സ്പേം ഉണ്ടാക്കുന്ന സെൽ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പം നമ്മുടെ മെയിൽ ജേം സെൽസ് പിന്നെ ഡിവൈഡ് ചെയ്തിട്ടാണ്, അത് എങ്ങനെയാണ്? അവർ ഡിവൈഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? മെയിൽ ഗമേറ്റ്സ് ഉണ്ടാവുന്നത്. മെയിൽ ഗമേറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ സ്പേം ആണ്. പക്ഷെ ഇപ്പൊ തൽക്കാലം സ്പേം സെൽസ് ഉണ്ടാവുന്ന ഇവർ ഡിവൈഡ് ചെയ്തിട്ടാണ്. ആ ഒരു പ്രോസസ്സ് ഇത്ര സിമ്പിൾ അല്ല, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിലാണ് പഠിക്കുക. ഗാമറ്റോജെനസിസ്, സ്പെർമാറ്റോജെനസിസ് പഠിക്കുന്നത്. ഇപ്പൊ തൽക്കാലം ഇത്ര അറിഞ്ഞിരിക്കുക. സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ 2 ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്. മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയ. ഈ സ്പെർമാറ്റോഗോണിയ ഡിവൈഡ് ചെയ്തിട്ടാണ് സ്പേം സെൽസ് ഉണ്ടാവുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും അല്ലെ. എന്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്? സ്പേം സെൽസ് ഉണ്ടാവുന്ന മിയോസിസ് നടന്നിട്ടാണ്. കാരണം എന്താ? സ്പേം സെൽസിന്റെ പ്ലോയിഡി എന്താ? N ആണ്. 23 ക്രോമസോംസ് മാത്രമേ സ്പേം സെൽസിലുള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, ഏതോ ഒരു സെല്ലിന്റെ മിയോസിസ് നടന്ന് ഒരു ഹാപ്ലോയിഡ് സെൽ ഉണ്ടാവണമെങ്കിൽ ഇത് നടന്ന മിയോസിസ് നടന്ന സെല്ലിന്റെ പ്ലോയിഡി എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും അല്ലെ. 2N ആയിരിക്കും. ഓക്കെ, 2N 46 ക്രോമസോംസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അത് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ ഉറപ്പായിട്ടും ഞാനാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ഇടും. കാരണം വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മെയിൽ ജേം സെൽസ് എന്ന് പറയുന്നത് സ്പെർമാറ്റോഗോണിയ എന്നാണ് എന്റെ വേറൊരു പേര്. സ്പെർമാറ്റോഗോണിയ എന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അവര് മിയോസിസ് നടത്തിയിട്ടാണ് സ്പേം സെൽസ് ഉണ്ടാവുക. അപ്പൊ രണ്ടാമത്തെ ടൈപ്പ് സെൽ എന്തായിരിക്കും? എന്റെ കൂടെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഉണ്ടായിരുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ. എവിടെ ഒരു VIP ആയിട്ടുള്ള ഒരു ഉണ്ടോ, അല്ലെങ്കിൽ എവിടെ ഒരു അടിപൊളി ഒരാളുണ്ടോ, എവിടെ നല്ല കെയർ കൊടുക്കേണ്ട ഒരാളുണ്ടോ, അതിന്റെ തൊട്ടടുത്തായിട്ട് ആര് കാണും? ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഒരാൾ കാണും അല്ലെ. ഒരു കിച്ചൺ കാണും നറിഷ്മെന്റിന് വേണ്ടിയിട്ട്. അതാണ് സെർട്ടോളി സെൽസ്. ഓക്കെ, ഇപ്പൊ സെമിനിഫറസ് ട്യൂബ്യൂൾസിലുള്ള 2 സെൽസ് ആണ് സ്പെർമാറ്റോഗോണിയയും സെർട്ടോളി സെൽസും. സെർട്ടോളി സെൽസ് സ്പെർമാറ്റോഗോണിയെക്കാട്ടിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് സെർട്ടോളി സെൽസിനെ കുറിച്ചിട്ടാണ് ചോദിക്കാറ്. കാരണം ഇവര് വിളിക്കുന്ന പേര് തന്നെ എന്താണ്? ഇവർ ആക്ച്വലി നറിഷ്മെന്റ് ആണ് ചെയ്യുക. ഓക്കെ, നറിഷ്മെന്റ് ആണ് കൊടുക്കുക.
ന്യൂട്രിയൻസ് ആണ് കൊടുക്കുക. ആർക്ക് ന്യൂട്രിയൻസ് കൊടുക്കും? അതും ഇമ്പോർട്ടന്റ് ആണ്. ആർക്കാണ് ന്യൂട്രിയൻസ് കൊടുക്കുന്നത്? അങ്ങനെയും അവർ വളച്ച് ചോദിക്കും. ആർക്കാണ്? നമ്മുടെ സ്പെർമാറ്റോഗോണിയയ്ക്കാണ് ഇവർ നറിഷ്മെന്റ് കൊടുക്കുക. എന്നാലല്ലേ സ്പെർമാറ്റോഗോണിയയ്ക്ക് മിയോസിസ് നടത്തി സ്പേം സെൽസ് ആവാൻ പറ്റൂ. അപ്പം അതുകൊണ്ട് തന്നെ നറിഷ്മെന്റ് ഒക്കെ കൊടുത്ത് അവരെ കെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ്? സെർട്ടോളി സെൽസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നേഴ്സ് സെൽസ്. നമുക്കൊക്കെ കെയർ ചെയ്യുന്ന ആരാ? നേഴ്സുകളല്ലേ. നമുക്ക് അസുഖം വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ നമ്മളെ നേഴ്സുമാരല്ലേ കെയർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സെർട്ടോളി സെൽസിനെ എന്തെന്ന് വിളിക്കും? നേഴ്സ് സെൽസ് എന്നും വിളിക്കാറുണ്ട്. ബിക്കോസ് ദേ പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദ സ്പൊമാറ്റോഗോണിയ. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ ആദ്യം ടെസ്റ്റിസിനെ മുറിച്ചു. അതിനകത്ത് ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസ് കണ്ടു. അതിനകത്ത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് കണ്ടു. സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ 2 ടൈപ്പ് ഓഫ് സെൽസ് കണ്ടു. എന്തൊക്കെയാണ്? സ്പെർമാറ്റോഗോണിയയും അതുപോലെ തന്നെ എന്തും സെർട്ടോളി സെൽസും. സെർട്ടോളി സെൽസ് ആണ് നേഴ്സ് സെൽസ്. ഇനി ഒരു ഇമ്പോർട്ടന്റ് കാര്യം എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഇവിടെ ഒരു സെർട്ടോളി സെൽ ഉണ്ടെന്ന് വിചാരിക്കാം. സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ടെന്ന് വിചാരിച്ച ഇവിടെ ഒരു സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ടെന്ന് വിചാരിച്ചോ. ഇവിടെ ഒരു സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെ ഒരു ടെസ്റ്റിക്കുലർ ലൊബ്യൂളിനകത്ത് സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് കാണും. ഏത് സെൽ എടുത്താലും അല്ലേ, ഇപ്പൊ നമ്മുടെ ബോഡിയിലെ ഏത് സെൽ എടുത്താലും അതിലെ ഇടയ്ക്ക് സ്പേസ് കാണും അല്ലേ. അതിനെയാണ് നമ്മൾ ഇന്റർ സെല്ലുലാർ സ്പേസ് എന്ന് വിളിക്കുന്നത്. സെല്ലുകളുടെ ഇടയിലുള്ള സ്പേസ് അല്ലേ. അതുപോലെ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഇടയ്ക്കുള്ള സ്പേസുകളെ നമ്മൾ വിളിക്കുന്നതാണ് ഇന്റർ സ്റ്റീഷ്യൽ സ്പേസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. ഇതിന്റെ ഒരു പിക്ചർ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നാണ് അതിനെ വിളിക്കുക. ഇതെല്ലാം നമ്മളിപ്പോ ടെസ്റ്റിസിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത് കേട്ടോ. ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ ആണ് പറയുന്നത്. ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. അപ്പൊ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയോ? ഇന്റർസ്റ്റീഷ്യൽ സ്പേസിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ എല്ലാ ബോഡി പാർട്സിലും ഉണ്ടാവേണ്ട കാര്യമാണ് ബ്ലഡ് വെസൽസ് അല്ലെ. നമുക്ക് എല്ലാ സ്ഥലത്തും ബ്ലഡ് എത്തിക്കണം, എല്ലാ സ്ഥലത്തും ഓക്സിജൻ എത്തിക്കണം, എല്ലാ സ്ഥലത്തും ഫുഡ് എത്തിക്കണം, ന്യൂട്രിയൻസ് എത്തിക്കണം. അതൊക്കെ ബ്ലഡ് വെസൽസ് ചെയ്തോളും. അപ്പൊ ബ്ലഡ് വെസൽസ് ഒബ്വിയസ്ലി അവിടെ കാണും. അത് ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ എന്താണ് ഇമ്പോർട്ടന്റ്? ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലുള്ള ഒരു സെല്ലുണ്ട്, അതാണ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. ഓക്കെ, ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എന്ന് പഠിച്ചു വെക്കണ്ട. ഇവരുടെ വേറൊരു പേരെന്താണ്? ഒരു അടിപൊളി പേര് ഇവർക്കുണ്ട്, ലെയ്ഡിക് സെൽസ്. ലെയ്ഡിക് സെൽസ്. എന്താണ്? ലെയ്ഡിക് സെൽസ് എന്നാണ് ഇവരുടെ പേര്. ലെയ്ഡിക് സെൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ലെയ്ഡിക് സെൽസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേ സിന്തസൈസ് ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സ്പേം എന്തുണ്ടാക്കും? ആൻഡ്രോജൻസ് ഉണ്ടാക്കും. ഓക്കെ, ആൻഡ്രോജൻസ് എന്ന് വെച്ചാൽ എന്താ? മെയിൽ സെക്സ് ഹോർമോൺസ്, ടെസ്റ്റിക്കുലാർ ഹോർമോൺസ്. അപ്പോൾ ഈ ഹോർമോൺസിനെ സിന്തസൈസ് ചെയ്യുന്നതും സെക്രീറ്റ് ചെയ്യുന്നതും ആരാണ്? നമ്മുടെ ലെയ്ഡിക് സെൽസ് ആണ്. ഓക്കെ, എന്തിനാണ് അവരുണ്ടാക്കുന്നതെന്നാ പറഞ്ഞേ? ടെസ്റ്റിക്കുലാർ ഹോർമോൺസ്, ടെസ്റ്റിസിന്റെ ഹോർമോൺസ്. ടെസ്റ്റിക്കുലാർ എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? ടെസ്റ്റിസിലെ ഹോർമോൺസ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ടെസ്റ്റോസ്റ്റിറോൺ അല്ലേ. ടെസ്റ്റോസ്റ്റിറോൺ ഒരു ടെസ്റ്റിക്കുലാർ ഹോർമോൺ ആണ്. വേറൊരു എക്സാമ്പിൾ ഉണ്ട്, എന്താണ്? ആൻഡ്രോസ്റ്റെനേഡിയൻ. ആൻഡ്രോസ്റ്റെനേഡിയോൺ ടെക്സ്റ്റിലില്ല, സോ ടെസ്റ്റോസ്റ്റെറോൺ മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞു ടെസ്റ്റിസിൽ 2 ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് സ്പേം പ്രൊഡക്ഷൻ, ഒന്ന് ഹോർമോൺ പ്രൊഡക്ഷൻ. സ്പേം പ്രൊഡക്ഷൻ എവിടെ നടക്കുന്നത്? നമ്മൾ ടെസ്റ്റിസിനെ മുറിക്കുമ്പോൾ ടെസ്റ്റിക്കുലർ ലൊബ്യൂൾ, സെമിനിഫറസ് ട്യൂബ്യൂൾസ്, അതിനകത്ത് 2 ടൈപ്പ് സെൽസ് ഉണ്ട്, സ്പെർമാറ്റോഗോണിയ, സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽസ് ആണ് സ്പെർമാറ്റോഗോണിയക്ക് നറിഷ്മെന്റ് കൊടുക്കുക. ഈ സ്പെർമാറ്റോഗോണിയാണ് സ്പേംസിനെ ഉണ്ടാക്കുക. അപ്പൊ സ്പെർമാറ്റോഗോണിയാണ് സ്പേം സെൽസ് ഉണ്ടാക്കുക. ഇനി ഹോർമോൺസ് ഉണ്ടാക്കുന്ന ആരാ? ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഉണ്ട്, ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. അവിടെ എന്തുണ്ട്? ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഉണ്ട്. അവരുടെ പേരാണ് ലെയ്ഡിക് സെൽസ്. ലെയ്ഡിക് സെൽസിനെ കുറിച്ച് നമ്മൾ മെൻസ്ട്രുവേഷൻ ഒക്കെ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. അപ്പൊ ലീഡിക് സെൽസ് എന്ത് ചെയ്യും? അവരാണ് ഈ ടെസ്റ്റിക്കുലർ ഹോർമോൺസ് ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റെറോൺ, ആൻഡ്രോസ്റ്റെനോഡിയൻ ഒക്കെ എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പിക്ചർ ഒന്ന് നോക്കാം. ജസ്റ്റ് നമുക്ക് ടെസ്റ്റിസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ,
ഇപ്പൊ ടെസ്റ്റിസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി പിക്ചർ നോക്കിയിട്ട് നമുക്ക് അതെല്ലാം ഒന്ന് നമ്മുടെ മനസ്സിലൊന്ന് ഉറപ്പിക്കാം. അപ്പൊ ഇവിടെ നോക്ക്, ഒരു ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ ഞാൻ വലുതാക്കി എടുക്കുകയാണെങ്കിൽ 2 ടെസ്റ്റിസ് ആണ് നമുക്കുള്ളത്. സ്ക്രോട്ടത്തിലാണുള്ളത്, ബോഡിയുടെ പുറത്താണുള്ളത്. 4 to 5 ആണ് ലെങ്ത്, 2 to 3 ആണ് ബ്രെഡ്ത്ത്. പിന്നെ എന്തൊക്കെയാ പഠിച്ച? ഔട്ടർ മോസ്റ്റ് കവറിംഗ് ആണ് ടൂണിക്ക ആൽബുഗീനിയ. മുറിക്കുകയാണെങ്കിൽ 250ഓളം ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് ഉണ്ട്. അതിനകത്ത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. ഓക്കെ, അതാണ് നമ്മളിപ്പോ പഠിച്ചത്. അതിനകത്ത് 2 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ഇനി നമുക്ക് ഒരു സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ എന്തെടുക്കാം? ഒരു ട്രാൻസ്ഫേഴ്സ് സെക്ഷൻ എടുക്കാം. ട്രാൻസ്ഫേഴ്സ് സെക്ഷൻ അല്ല, കുറച്ചുകൂടെ വലിയൊരു വ്യൂ എടുക്കാം. നമ്മൾ ആ ട്യൂബ്യൂളിനെ മുറിച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് മൊത്തത്തിൽ ഒരു സെമിനിഫറസ് ട്യൂബ്യൂൾ അല്ല. ഓക്കെ, ഇത് ഇങ്ങനെ നമ്മൾ ഉണ്ടായിട്ട് കാണുന്നില്ലേ, ഈ റെഡ് അല്ലാത്ത ഇങ്ക് ഭാഗം, ഇതൊക്കെ ഓരോ എന്താണ്? സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ്. ഇനി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് സെൽസ് കാണാം. ഒന്ന് ഇവിടൊക്കെയുള്ള സ്പെർമാറ്റോഗോണിയ. സ്പെർമാറ്റോഗോണിയയുടെ ജോലി എന്താ? സ്പേം പ്രൊഡക്ഷൻ. അപ്പൊ അവരുണ്ടാക്കിയ സ്പേം ആണ് ഇവിടെ ഓടിക്കളിച്ച് നടത്തുന്നത്. ഈ സ്പെർമാറ്റോസോവയാണ് ആക്ച്വലി സ്പേം. അത് നമ്മൾ എന്തിനാണ് സ്പെർമാറ്റോസോവ എന്ന് ഇവിടെ എഴുതിയേക്കുന്നതെന്ന് അടുത്ത വീഡിയോയിൽ നമ്മൾ സ്പെർമാറ്റോജനസിസ് പഠിക്കുമ്പോൾ പഠിക്കും. അപ്പൊ പേടിക്കേണ്ട, സ്പേമിനെയാണ് അവിടെ അങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പോൾ സ്പെർമാറ്റോഗോണിയാണത്. പിന്നെ വേറെ ടൈപ്പ് സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. സ്പെർമാറ്റോഗോണിക്ക് നറിഷ്മെന്റ് കൊടുക്കണം. ആരാ? നമ്മളുടെ സെർട്ടോളി സെൽസ്. ഓക്കെ, ഈ കാണുന്ന സെർട്ടോളി സെൽസ് അവരാണ് നമ്മുടെ നേഴ്സ് സെൽസ് എന്ന് പറയും. അപ്പൊ ഇതാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ, ഈ ഉണ്ടകൾ. അപ്പൊ ഈ ഉണ്ടയ്ക്ക് പുറത്ത് കുറച്ച് സ്പേസ് ഉണ്ടോ റെഡ് കളറിൽ? ആ സ്പേസ് ആണ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. അതായത് ഓരോ ഉണ്ടയായിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂളിന്റെയും ഇടയ്ക്ക് ഉള്ള കുറച്ച് സ്പേസ് ആണ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. അവിടെയുള്ള സെല്ലുകളാണ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. ആ സെൽസിന്റെ പേരാണ് ലേഡിക് സെൽസ്. ലേഡിക് സെൽസ് എന്താ ചെയ്യുന്നത്? ടെസ്റ്റിക്കുലർ ഹോർമോൺസ് ഉണ്ടാക്കും. ആൻഡ്രോജൻസ് എന്നാണ് ടെസ്റ്റിക്കുലർ ഹോർമോൺസിനെ നമ്മൾ വിളിക്കുന്നത്. ആൻഡ്രോജൻസിന്റെ എക്സാമ്പിൾസ് ആണ് എന്ത്? നമ്മളുടെ ടെസ്റ്റിക്കുലർ ഹോർമോൺസിന്റെ വേറെ പേര് പറയാൻ ഞാൻ മറന്നുപോയി. ആൻഡ്രോജൻസ് ആണ്. ആൻഡ് അവരുടെ എക്സാമ്പിൾസ് ആണ് എന്ത്? ടെസ്റ്റോസ്റ്ററോൺ ആൻഡ് ആൻഡ്രോസ്റ്റ്യനേഡിയം. അപ്പൊ നമ്മൾ ടെസ്റ്റിസ് കഴിഞ്ഞ് പിന്നെ നമ്മൾ എങ്ങോട്ടായിരുന്നു പോകണ്ടേ? നമ്മുടെ 4 ആക്സസറി ഡക്റ്റ് ഉണ്ട് അല്ലെ? ടെസ്റ്റിസ്, ആക്സസറി ഡക്ട്, ആക്സസറി ഗ്ലാൻഡ്, പിന്നെ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. അതിൽ ആക്സസറി ഡക്റ്റുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു പേര്. ആദ്യം പോകുന്നത് റെറ്റ് ടെസ്റ്റിസിലോട്ട്, പിന്നെ പോകുന്നത് വാസ എഫറൻഷ്യ, പിന്നെ എപ്പിഡിഡിമസ്, പിന്നെ വാസ് ഡെഫറൻസ്. ഓക്കെ, അപ്പൊ ഇവരാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? ആക്സസറി ഡക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാണ്, ഈ ആക്സസറി ഡക്റ്റുകളെ ഞാൻ ഒന്ന് പിക്ചർ എടുത്ത് ഇങ്ങോട്ട് കൊണ്ട് വെച്ചിട്ട് നമ്മൾ അവരെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാം കേട്ടോ. ആക്സസറി ഡക്റ്റുകളെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാം. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ട് വെക്കുകയാണ്. സോറി ഞാൻ ഇവിടെ കൊണ്ട് വെച്ചു. ഞാൻ എടുത്തോണ്ട് വന്നപ്പോ എല്ലാരും കൂടെ എന്റെ കൂടിങ്ങി വന്നു അല്ലേ? എന്ത് പറ്റി? പോയില്ല. അപ്പൊ ആക്സസറി ഡക്റ്റുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം റെറ്റ് ടെസ്റ്റിസ് ഞാൻ പറഞ്ഞു. ആദ്യമായിട്ട് ടെസ്റ്റിസിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തു പോകുന്നത്. അപ്പൊ നമുക്ക് സ്പേം പ്രൊഡക്ഷൻ മനസ്സിലായി. ടെസ്റ്റിക്കുലർ ലൊബ്യൂൾ, സെമിനിഫറസ് ട്യൂബ്യൂൾ, അതിനകത്ത് സ്പെർമാറ്റോഗോണിയക്ക് മെയോസിസ് നടക്കുമ്പോഴാണ് സ്പേം ഉണ്ടാവുന്നത്. അപ്പൊ സ്പേം പിന്നെ ആദ്യം അങ്ങോട്ട് പോകും, റെറ്റ് ടെസ്റ്റിസിലോട്ട് പോകും. പിന്നെ അതങ്ങോട്ട് പോകും. ഈ ഒരു ഓർഡർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ആക്സസറി ഡക്റ്റിന്റെ ജോലി എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക സ്പേംസിനെ. അപ്പൊ ടെസ്റ്റിസിൽ നിന്ന് റെറ്റ് ടെസ്റ്റിസ്, അവിടുന്ന് വാസ എഫറൻഷ്യ, അവിടുന്ന് എപ്പിഡിഡിമസ്, അവിടുന്ന് വാസ് ഡിഫറൻസ്, അവിടുന്ന് യുറേറ്റർ. യുറേറ്റർ അല്ല. വാസ് ഡിഫറൻസ് വരെ എത്തി. പിന്നെ ഞാൻ പറഞ്ഞു വാസ് ഡിഫറൻസ് എന്താണ് ചെയ്യുക? അസെൻഡ് ഇൻ ടു ദ അബ്ഡമൻ. അബ്ഡമനിലേക്ക് അസെൻഡ് ചെയ്യും, പൊങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും? യൂറിനറി ബ്ലാഡറിന്റെ മേളിൽ കൂടെ ലൂപ്പ് ചെയ്യും. അതായത് ഒന്ന് കറങ്ങി ഇങ്ങോട്ട് വരും. ഇനി ഇവിടെ എന്താ പ്രശ്നം?
ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് നമ്മളുടെ ഇവിടെ ഒരു ഗ്ലാൻഡ് ഉണ്ട്, സെമിനൽ വെസിക്കിൾ. 3 ഗ്ലാൻഡാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഒന്ന് സെമിനൽ വെസിക്കിൾ, 2 പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, 3 ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. അപ്പൊ ഇവരുടെ ഓരോരുത്തരുടെയും ജോലി നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഇത്രയാണ് നമ്മുടെ ഡക്റ്റുകൾ. ഡക്റ്റുകൾ അവിടെ കഴിഞ്ഞു, അവരുടെ ജോലി ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു. ഇനി എന്താ സംഭവിക്കുന്നത്? ഒരു ഗ്ലാൻഡ് ഉണ്ട്, ഇവര് പെയേർഡ് ആണ്, ഞാൻ പറഞ്ഞില്ലേ. ഇതും ബൾബോ യുറേത്രൽ ഗ്ലാൻഡും പെയേർഡ് ആണ്, രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. ഇപ്പൊ സെമിനൽ വെസിക്കിൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, സെമിനൽ വെസിക്കിള് അവിടെ ഒരു ഡക്റ്റ് ഉണ്ട്. ഞാൻ ആ പിക്ചറും കൂടെ ഒന്ന് ഇവിടെ കൊണ്ടുവയ്ക്കാം. നമ്മുടെ പെൽവിക് റീജിയന്റെ ഒരു പിക്ചർ ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഉപ്സ്. ഓക്കെ, ഇത് നോക്കിയേ. ഇവരെ രണ്ടുപേരെ ഇപ്പൊ നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ സെമിനിഫറസ്, നമ്മൾ സൈഡിൽ നോക്കുക, നേരെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല, അതുകൊണ്ട് ഞാൻ സൈഡിൽ നിന്ന് നോക്കാന്ന് പറഞ്ഞേ. രണ്ടുപേരെ ഒരുമിച്ച് നോക്കിക്കോ വേണമെങ്കിൽ, ഇത്രയ്ക്ക് അങ്ങ് ചെറുതാക്കണ്ട. അപ്പൊ ഇവിടെ ഒരു ഇതെല്ലാം, ഇത് നേരെയുള്ള വ്യൂ, ഇത് സൈഡിൽ നിന്നുള്ള വ്യൂ കേട്ടോ. അപ്പൊ നേരെ നമ്മൾ നോക്കുമ്പോ എന്താ, ഒന്ന് വെയിറ്റ് ചെയ്തേ. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. ആ, അപ്പൊ ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇനി നമ്മൾ ഗ്ലാൻഡുകളെ കുറിച്ച് പറയാം. ആകെ 3 ഗ്ലാൻഡേ ഉള്ളൂ. ഇവിടെ നമുക്ക് കാണാം സെമിനൽ വെസിക്കിൾ അല്ലെ? സെമിനൽ വെസിക്കിളിനെ കാണാം. അതുപോലെ അതേ സെമിനൽ വെസിക്കിളിനെ തന്നെ നമുക്ക് ഇപ്പുറത്തും കാണാം. പിന്നെ ഇവിടെ നമുക്ക് പ്രോസ്റ്റേറ്റിനെ കാണാം. ഇവിടെയും അതേ പ്രോസ്റ്റേറ്റിനെ തന്നെ കാണാം. അതുപോലെ ഇവിടെയും അവിടെയും ബൾബോ യുറേത്രൽ ഗ്ലാൻഡിനെയും കാണാം. ഓക്കെ. ഇനി അവരെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചേ, അതായത് ആദ്യം നമ്മള് ടെസ്റ്റിസിൽ നിന്ന് വന്നു, ഇതെല്ലാം കഴിഞ്ഞ് ഇവിടം വരെ നമുക്ക് ഇപ്പൊ ക്ലിയർ ആയി. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് നമുക്ക് ക്ലിയർ ആയി. ഇനി അവിടെ നിന്ന് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ഇവിടെ കണ്ടാലേ അത് മനസ്സിലാവില്ലേ? ഇവിടെ കണ്ടാലേ മനസ്സിലാവും. അവിടുന്ന് യൂറിനറി ബ്ലാഡർ വരെ കറങ്ങി നമ്മളുടെ വാസ് ഡിഫറൻസ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തിയപ്പോ എന്താന്ന് വെച്ചാൽ, ഇവിടുത്തെ ഗ്ലാൻഡ്, ഈ ഗ്ലാൻഡാണ് നമ്മളുടെ എന്ത് ഗ്ലാൻഡ്? സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, സെമിനൽ വെസിക്കിൾ. അതായത് ഇവിടെ കാണുന്ന ഈ മഞ്ഞ സാധനം, ഇങ്ങനെ ചിറക് പോലെ ഇരിക്കുന്ന, അതാണ് നമ്മൾ സൈഡിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ആ ഗ്ലാൻഡ് ഇതിലോട്ട് ചേരും. ഏതിലോട്ട് ചേരും? നമ്മളുടെ ഇവിടെ യുറേറ്റർ ഉണ്ട് അല്ലെ? യുറേറ്റർ എവിടുന്നാ വരുന്നത്? നമ്മളുടെ യൂറിനറി ബ്ലാഡർ ഉണ്ട്. യൂറിനറി ബ്ലാഡറിൽ നിന്ന് നമ്മൾ മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ യുറേത്ര ഉപയോഗിക്കുക. യുറേറ്റർ അല്ല, യുറേത്ര ഉപയോഗിക്കുക. അപ്പൊ യൂറിനറി ബ്ലാഡറിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഈ ട്യൂബാണ്, പീനിസിന്റെ അറ്റം വരെ ഇങ്ങനെ പോകുന്ന ഈ ട്യൂബാണ് നമ്മളുടെ യുറേത്ര എന്ന് പറയുന്നത്. യൂറിനറി ബ്ലാഡറിൽ നിന്ന് പീനിസിന്റെ അറ്റം വരുന്ന പോകുന്ന ഈ ട്യൂബാണ് യുറേത്ര എന്ന് പറയുന്നത്. അപ്പൊ യുറേത്രയിലേക്ക് ആര് ചേരും? നമ്മളെ സെമിനൽ വെസിക്കിൾ ചേരും. എന്ത് വഴി? ഒരു ഡക്റ്റ് വഴി, ഒരു ചെറിയ ട്യൂബ് വഴി. ആ ട്യൂബിന്റെ പേരാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം, സെമിനൽ വെസിക്കിൾ യുറേറ്ററിലേക്ക് ഒരു ഡക്റ്റ് വഴി, ഒരു ചെറിയ ഡക്റ്റ് വഴി ചേരും, ഒരു ചെറിയ ട്യൂബ് വഴി. അതാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഇനി എന്തിനാണ് അവരെ അങ്ങനെ വിളിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. സെമിനൽ വെസിക്കിൾ, അത് പോട്ടെ, അത് ചേർന്നു യുറേറ്ററിൽ കയറി. പിന്നെ യുറേറ്റർ ഇങ്ങനെ വരുന്ന വഴിക്ക് ആക്സസറി ഡക്റ്റ് അവിടുന്ന് തീർന്നേ, വാസ് ഡിഫറൻസിൽ തീർന്നു. പിന്നെ അത് യുറേറ്റർ വഴി വരുമ്പോ എന്താണ്, യുറേറ്ററിലേക്ക് ആര് ചേരും? സെമിനൽ വെസിക്കിൾ ഇജാക്കുലേറ്ററി ഡക്റ്റ് വഴി ചേരും. പിന്നെ ഇവിടെ ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡും എന്തൊക്കെയോ ഇവരൊക്കെ എന്തിനാണ് ആ ഡക്റ്റ് വഴി ചേരുന്നതെന്ന് വെച്ചാൽ, സെമിനൽ വെസിക്കിൾ ഒരു സാധനം ഉണ്ടാക്കും. ആ സാധനത്തിന് ആ ഡക്റ്റ് വഴി യുറേറ്ററിലേക്ക് വിടും. നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ അത് വരില്ല, പക്ഷെ നമ്മൾ ഇജാക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും ആ ഗ്ലാൻഡ് ഒരു സാധനത്തിനെ റിലീസ് ചെയ്യുക. അപ്പൊ അത് ഈ ട്യൂബിലേക്ക് വരും. പിന്നെ അവിടുന്ന് വരുമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും ഒരു സാധനത്തിനെ റിലീസ് ചെയ്യും. അത് നമ്മൾ പഠിക്കാം. അതും വീണ്ടും എന്താണ്, യുറേറ്ററിൽ വരും. പിന്നെ ബൾബോ യുറേറ്ററൽ ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ അതും ഞാൻ പറയാം. അത് ഏകദേശം ഇവിടെ ആയിട്ടാണ് വരിക. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഏകദേശം ഇതാണ് ഈ പിങ്ക് കളർ കാണുന്നുണ്ടോ വലുത്? അതാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഇവിടെയും കാണാൻ പറ്റും, ഈ വലുതാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ആ ചിറകിന്റെ തൊട്ട് താഴെയുള്ള ഈ വലിയ, ഞാൻ പച്ച കൊണ്ട് ഔട്ട്ലൈൻ ചെയ്തേക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്.
അത് കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഗ്ലാൻഡ് ഉണ്ട്, ഉണ്ട ചെറിയ, അതാണ് എന്ത് ഗ്ലാൻഡ്? ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. ഇത് മനസ്സിലായോ? അപ്പൊ 3 ഗ്ലാൻഡാണുള്ളത്: സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവര് 3 പേരും കൂടെ, ഓക്കെ, ഇനി ഇവരെ കുറിച്ച് ഞാൻ പറയുമ്പോ എന്താ പറയുന്ന, സെമിനൽ വെസിക്കിൾ, സോറി, സെമിനൽ വെസിക്കിൾ ഉണ്ട്, പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട്, ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് ഉണ്ട് അല്ലെ. ഇവരെല്ലാരും കൂടെ ഒരു സാധനം ഉണ്ടാക്കും, അതാണ് സെമിനൽ പ്ലാസ്മ. സെമിനൽ പ്ലാസ്മ അതായത് നമ്മൾ ഇജാക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ലിക്വിഡ് ഇല്ലേ, ഓക്കെ, മെയിൽ ആയിട്ടുള്ള ആൾക്കാർ ഇജാക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ലിക്വിഡ് വരും. അതിനെ കോമൺലി ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മളെല്ലാവരും സ്റ്റുഡൻസ് എല്ലാവരും റെഫർ ചെയ്യുന്നത് എന്താണ്? സ്പേം എന്നാണ് പറയുക. ഓക്കെ, പക്ഷെ അതിന്റെ പേര് സ്പേം എന്നാണോ? അല്ല. ഞാനിപ്പോ പറഞ്ഞുതരാം. സ്പേം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സെൽസ് ആണ്. ഓക്കെ, ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നതിൽ ഒരിക്കലും നാണിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മളുടെ ബ്ലഡ് പോലെ ഒരു ലിക്വിഡ് ആണ് നമ്മുടെ സെമിനൽ, എന്താണ്, സെമൻ എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലഡ് പോലെ ഒരു ലിക്വിഡ് ആണ് സെമൻ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ ബാക്കി എന്തൊക്കെ ലൈഫ് പ്രോസസ്സ് നടക്കുന്നുണ്ടോ അതേപോലെ ഒരു മറ്റൊരു ലൈഫ് പ്രോസസ് ആണ് റീപ്രൊഡക്ഷൻ. അപ്പൊ അതേപോലെ അതിനെ കണ്ടാൽ മതി, അതിനെ ഒരു സ്റ്റിഗ്മ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ബ്ലഡിനകത്ത് എന്തൊക്കെയുണ്ട്? പ്ലാസ്മ ഉണ്ടെന്ന് നമുക്കറിയാം, പിന്നെ കുറെ സെൽസ് ഉണ്ടെന്നറിയാം, ബ്ലഡ് സെൽസ് ഉണ്ടെന്നറിയാം. അതുപോലെയാണ് നമ്മുടെ സെമൻ. സെമൻ എന്ന് വെച്ചാൽ എന്താണ്? ഇജാക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ലിക്വിഡ്. ആ ലിക്വിഡിനും 2 ഭാഗങ്ങളാണുള്ളത്. എന്താണ്? ഒന്ന് സെമിനൽ പ്ലാസ്മ, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് സെമിനൽ പ്ലാസ്മ, പിന്നെ ബാക്കിയുള്ള സെല്ലുകളാണ് എന്ത്? നമ്മുടെ സ്പേം സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സെമിനൽ പ്ലാസ്മ ആണ് ഏകദേശം ആ ഒരു ലിക്വിഡിന്റെ 70%. ബാക്കി സ്പേം സെൽസ് എന്ന് പറയുമ്പോൾ ഏകദേശം 200-300 മില്യൺ സ്പേംസ് ആണ് ഒരു ഇജാക്കുലേഷനിൽ വരിക. ഒരു ഇജാക്കുലേഷനിൽ 1.5 ടു ഏകദേശം 5 മില്ലി വരെയാണ് മാക്സിമം, എന്താണ്, അതിന്റെ വോളിയം എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ 200-300 മില്യൺസ് ഓഫ് സ്പേംസ് ഉണ്ട്. ഇത്തരം കണക്കുകളൊന്നും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ബ്ലഡിലെ പ്ലാസ്മ പോലെ സെമിനൽ പ്ലാസ്മ അതുണ്ടാക്കുന്ന ആരാണ്? ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ്. പിന്നെ സെമിനൽ വെസിക്കിൾസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിനകത്ത് ഫ്രക്ടോസിനെ കൊടുക്കും. ഓക്കെ, ഫ്രക്ടോസ് ആക്ച്വലി ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഓക്കെ, ഫ്രക്ടോസ് എന്ന് പറഞ്ഞ ഒരു കാർബൺ കോമ്പൗണ്ട് ആണ്, എനർജിക്ക് വേണ്ടിയിട്ടാണ്, സ്പേംസിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫ്രൂട്ട്സിൽ കാണപ്പെടുന്ന എന്താണ്, കാർബൺ കമ്പണന്റ് ആണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത്. ഫ്രൂട്ട്സിന് മധുരം കൊടുക്കുന്ന ഒരു സാധനമാണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അത് ആക്ച്വലി നിങ്ങൾക്ക് പഠിക്കാനില്ല, ഒരു മിൽക്കി ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ് അവരുണ്ടാക്കുന്നത്. ആൽക്കലൈൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ. കാരണം സ്പേം എന്ന് പറയുന്നത് ആൽക്കലൈൻ മീഡിയത്തിലാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് സഞ്ചരിക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റും ഭയങ്കര ആൽക്കലൈൻ ആണ്, അസിഡിക് അല്ല. അതുകൊണ്ടാണ് നമ്മൾ വിവാഷ് പ്ലസ് പോലത്തെ pH മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? pH മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ക്ലീൻ ചെയ്യേണ്ടത്. അതുപോലെ ബൾബോ യുറേത്രൽ ഗ്ലാൻഡിന്റെ ജോലി എന്ന് വെച്ചാൽ ഈവൻ നമ്മൾ ഇജാക്കുലേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം, ഇജാക്കുലേഷൻ ചെയ്ത് സ്പേം വരുന്നതിന് മുമ്പ് തന്നെ എന്ത് വരും? ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ടുള്ള ഒരു സാധനം വരും. ഓക്കെ, ഒരു ലിക്വിഡ് വരും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് ആണ് അത് സെക്രീറ്റ് ചെയ്യുന്നത് ടു ലൂബ്രിക്കേറ്റ് ദ പീനിസ്. പീനിസിലെ യുറേത്രയിലെ ആ ഒരു പാത്ത്, അതിനെ ലൂബ്രിക്കേറ്റ് ചെയ്താൽ മാത്രമാണ്, ഇവിടം വരെ ലൂബ്രിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് സ്പേമിന് സെമൻ എല്ലാം ഫാസ്റ്റ് ആയിട്ട് അതുവഴി ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതാണ് ബൾബോ യുറേത്രൽ ഗ്ലാൻഡിന്റെ ജോലി. പക്ഷെ ഇതൊന്നും അത്ര നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഗ്ലാൻഡുകളെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? ഡക്റ്റുകളെ പഠിച്ചു. ആ ഒരു ഫുൾ അത് ഞാനൊന്ന് ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് നിങ്ങൾക്ക് എഴുതി തരാം. ആദ്യം സ്പേമിന്റെ വഴിയാണ്, സ്പേം പോകുന്ന വഴിയാണ്. സ്പേം അവിടുന്ന് തുടങ്ങുന്ന സെമിനിഫറസ് ട്യൂബ്യൂൾസ്, സ്പെർമാറ്റോഗോണിയ. അവിടുന്ന് എങ്ങോട്ട് പോവും? റെറ്റെ ടെസ്റ്റിസ്. ഞാൻ ഫുൾ എഴുതുന്നില്ല, ഷോർട്ട് ഫോം മാത്രമേ എഴുതുന്നുള്ളൂ. റെറ്റെ ടെസ്റ്റിസ് അങ്ങോട്ട് പോവും. എന്നോട് പറഞ്ഞേ, ഞാൻ പറയുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞേ, പോസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞേ എങ്ങോട്ട് പോവെന്ന്. അപ്പോ എന്നിട്ട് ഞാൻ പറയുന്നത് ശരിയാണോ നോക്ക്. അടുത്താണ് വാസ എഫറൻഷ്യൽ പോവും. വാസ എഫറൻഷ്യൽ അങ്ങോട്ട് പോവും, എപ്പിഡിഡിമിസിൽ പോവും. എപ്പിഡിഡിമിസിൽ അങ്ങോട്ട് പോവും, വാസ് ഡെഫറൻസിൽ പോവും. ഇതോടെ ആക്സസറി ഡക്റ്റുകളെല്ലാം കഴിഞ്ഞു. ഓക്കെ, എന്ത് കഴിഞ്ഞു?
ആക്സസറി ഡക്റ്റുകളെല്ലാം കഴിഞ്ഞു. ഇനി എപ്പിഡിഡിമിസിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഇസ് പോസ്റ്റീരിയർ ടു ദ ടെസ്റ്റിസ്. ടെസ്റ്റിസിന്റെ ബാക്കിലായിട്ടാണ് എപ്പിഡിഡിമിസ് കാണുക. ടെസ്റ്റിസിന്റെ പുറകിൽ കൂടെ പോയിട്ട് എന്താണ് വാസ് ഡെഫറൻസിലേക്ക് ചേരുകയാണ് എപ്പിഡിഡിമിസ് ചെയ്യുക. ഇനി എന്താ വാസ് ഡെഫറൻസിൽ നിന്ന് എങ്ങോട്ടാ പോകുന്നത് നമുക്കറിയാലേ. വാസ് ഡെഫറൻസ് എന്ത് ചെയ്യും? ഇറ്റ് അസെൻഡ് ചെയ്യും എങ്ങോട്ട്? മേളിലോട്ട്, അബ്ഡോമനിലേക്ക് അല്ലെ. മേളിലേക്ക് അസെൻഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? മേളിലോട്ട് പോവുക, അബ്ഡോമനിലേക്ക് പോകും. അബ്ഡോമനിൽ ചെന്നിട്ട് എന്ത് ചെയ്യും? ലൂപ്പ് ഓവർ. എന്തിനു ചുറ്റുമാണ് ലൂപ്പ് ചെയ്യുന്നത്? യൂറിനറി ബ്ലാഡറിന് ചുറ്റും ലൂപ്പ് ചെയ്യും. എന്നിട്ട് മുന്നോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സൈഡിൽ ഒരു ഗ്ലാൻഡ് ഉണ്ടായിരുന്നു. ആരായിരുന്നു? സെമിനൽ വെസിക്കിൾ അല്ലെ, ചിറക് പോലെ ഇരിക്കുന്നത്. അപ്പൊ അവൻ എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഒരു സെക്രീഷൻ വിടും, സെമിനൽ പ്ലാസ്മയുടെ ഒരു ഭാഗം. ആക്ച്വലി അത് ഏത് വഴിയാണ് ഇതിലേക്ക് ചേരുന്നത്? ഒരു ഡക്റ്റ് വഴിയാണ്. അതിനെയാണ് നമ്മൾ ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് വിളിക്കുക? ഇജാക്കുലേഷൻ നടക്കുമ്പോഴാണല്ലോ ഇതിന്റെ ആവശ്യം, മൂത്രമൊഴിക്കുമ്പോൾ ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇതെല്ലാം വന്നിട്ട് എങ്ങോട്ട് ചേരും? നമ്മളുടെ യുറേത്രയിലല്ലേ ചേരുക, യുറേത്ര ട്യൂബിലല്ലേ ചേരുക. യുറേത്ര ആക്ച്വലി എവിടെ നിന്നാണ് വരുന്നത്? യുറേത്ര യൂറിനറി ബ്ലാഡറിൽ നിന്ന് തുടങ്ങുന്ന ഒരാളാണ്. മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മുടെ ഇജാക്കുലേഷനും ഇതുവഴിയാണ് വരുന്നത്. സോ യുറേത്ര എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമൺ ട്യൂബ് ഫോർ ബോത്ത് യൂറിനേഷൻ ആൻഡ് ഇജാക്കുലേഷൻ. ഓക്കെ, യൂറിനേഷൻ. അപ്പൊ യുറേത്ര പിന്നെ എങ്ങോട്ടാ പോകുന്നത്? യുറേത്ര പീനിസ് വഴിയാണ് പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പീനിസിന്റെ ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് എങ്ങനെ പോകും? പീനിസിന്റെ അറ്റത്ത് എത്തിക്കഴിഞ്ഞാല് എന്ത് സംഭവിക്കും? പുറത്തേക്ക് പോകണമല്ലോ, ഇജാക്കുലേറ്റ് ചെയ്യണമല്ലോ. അത് ഒരു ഓപ്പണിംഗ് വഴിയാണ്. ആ ഓപ്പണിങ്ങിന്റെ പേരാണ് യുറേത്രൽ മീറ്റസ്, MEATUS, യുറേത്രൽ മീറ്റസ്. അപ്പൊ ഇതെന്താണ്? ഇത് യുറേത്രയുടെ ഓപ്പണിംഗ് ആണ്. ഇതും ഞാനാണെങ്കിൽ ഉറപ്പായിട്ടും, കാരണം ഒരുപാട് കുട്ടികളൊന്നും ആ ഒരു പോർഷനിലേക്ക് ഇങ്ങനെ വായിച്ചെത്തില്ല. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ധൈര്യപൂർവ്വം ക്വസ്റ്റ്യൻ ഇടാം. അവരെ തോപ്പിക്കണം എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഇടാം. അപ്പൊ നോക്ക്, സ്പേം ആദ്യം സെമിനിഫറസ് ട്യൂബ്യൂളിന്ന് റെറ്റിടെസ്റ്റിസ്, വാസ് അഫറൻഷ്യ, എപ്പിഡിഡിമസ്, വാസ് ഡെഫറൻസ്, പിന്നെ അസെൻഡ് ടു അബ്ഡമൻ. അവിടുന്ന് യൂറിനറി ബ്ലാഡറിന്റെ മേളിൽ കൂടെ ലൂപ്പ് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്കും സൈഡിൽ നിന്ന് സെമിനൽ വെസിക്കിൾ ഇജാക്കുലേറ്ററി ഡക്റ്റിൽ കയറും. ഡക്റ്റ് വഴി യുറേത്രയിലേക്ക് കയറും. യൂറിനറി ബ്ലാഡറിൽ നിന്നാണ് ആക്ച്വലി വരുന്നത്. അപ്പൊ ഇതൊരു കോമൺ പാസേജ് ഫോർ യൂറിൻ ആൻഡ് സെമൻ ആവും. പിന്നെ പീനിസ് വഴി യൂറിത്രൽ മീറ്റസ് വഴി അത് പുറത്തേക്ക് പോകും. അപ്പൊ ഈ യുറേത്രയിൽ ഇരിക്കുമ്പോൾ തന്നെ വേറെ 2 ഡക്റ്റുകളും അങ്ങോട്ട് വന്ന്, വേറെ 2 ഗ്ലാൻഡുകളും അവിടെ ആക്ട് ചെയ്യും. അതിലൊന്നാണ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, പിന്നെ ഒന്നാണ് ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. ഇത് മൂന്നുമാണ് ഗ്ലാൻഡുകള്. ഇതിലെ പെയർഡ് ആയിട്ടുള്ള 2 ആരൊക്കെയാണ്? സെമിനൽ വെസിക്കിൾസും പിന്നെ ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെ പഠിച്ചു? എല്ലാം എന്ന് പറഞ്ഞാല് ഓൾമോസ്റ്റ് നമ്മളുടെ ആക്സസറി ഡക്റ്റ്, ആക്സസറി ഗ്ലാൻഡ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എന്തും കൂടെ ഉള്ളൂ? നമ്മളുടെ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ, അതായത് നമ്മുടെ പുറത്ത് കാണുന്ന ജെനൈറ്റൽ. ഏതാണ് മെയിൽസിന്റെ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ? പീനിസ് ആണ്. അതും ഞാൻ പറഞ്ഞല്ലേ, പീനിസ് ആണ്. പീനിസിനെ കുറിച്ച് പറയുമ്പോൾ, പീനിസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ടിഷ്യൂ വെച്ചിട്ടാണ്. ആ ടിഷ്യൂന്റെ ജോലി എന്താ? ഇറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാലേ. ഇറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഭയങ്കര ഹാർഡായിട്ട്, സ്ട്രോങ് ആയിട്ട് ഒരു അപ്രൈറ്റ് പൊസിഷനിൽ നിൽക്കുക. ഓക്കെ, അപ്രൈറ്റ് പൊസിഷനിൽ നിൽക്കുക. എന്താണ്? താഴോട്ടല്ല, മേളിലോട്ട് ഇറക്റ്റ് ആയിട്ട് ഹാർഡായിട്ട് നിൽക്കുന്നതിനാണ്. ഓക്കെ, അപ്പൊ ഇറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ആയിട്ടുള്ള പീനിസ് കുറച്ച് സ്പെഷ്യൽ ടിഷ്യൂസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ഇതെല്ലാം കുറച്ച് ബ്ലഡ് വെസൽസിന്റെ ഒക്കെ കളിയാണ്. ഭയങ്കര വാസ്കുലർ ആയിട്ടൊരു സ്ഥലമാണ് നമ്മുടെ പീനിസ് എന്ന് പറയാം. അതായത് ഒരുപാട് ബ്ലഡ് വെസൽസ് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ഇങ്ങനത്തെ ഒരു തോട്ട് വരുമ്പോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ഒരു സംഭവം, ഒരു ഹോർമോൺസ് ആണ് എന്നെ കൺട്രോൾ ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബ്ലഡ് എല്ലാം കൂടെ അവിടുത്തെ ബ്ലഡ് വെസൽസിലേക്ക് വന്നിട്ട്, ഇവിടെ ആക്ച്വലി ഒരുപാട് എംറ്റി സ്പേസസ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഈ എംറ്റി സ്പേസസിൽ എന്ത് ചെയ്യും? ഈ ബ്ലഡ് നിറയും. അങ്ങനെയാണ് നമ്മളുടെ പീനിസ് ഇറക്റ്റ് ചെയ്യുന്നത് എന്ന് പറയും.
അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പെഷ്യൽ ടിഷ്യൂസ്, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല. ഇറക്ഷന് വേണ്ടി സഹായിക്കുന്നത്. ഇറക്ഷൻ എന്തിനാ നടക്കുന്നത്? ഇൻസെമിനേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇൻസെമിനേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇൻസെമിനേഷൻ എന്താ? ഇൻജെക്ഷൻ ഓഫ് സ്പേം ഇൻ ടു ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, അല്ലെങ്കിൽ ഇൻസേർഷൻ ഓഫ് എന്തെങ്കിലും. അതായത് സ്പേമിനെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഇൻജെക്ട് ചെയ്യണമെങ്കിൽ എന്താണ്? നമുക്ക് ഇറക്റ്റ് ആയിട്ടുള്ള പീനീസ് ആണ് ആവശ്യം. ഇനി പീനിസിനെ കുറിച്ച് പറയുമ്പോൾ എക്സ്ട്രാ ഒരു 2 കാര്യം കൂടെ പറയാനുള്ളൂ. എന്താണ്? എന്താ, പീനിസ് കാണുന്നുണ്ടല്ലോ അല്ലെ? പീനിസ് കാണുന്നുണ്ട്. പീനിസ് ഓക്കെ, അത് എറക്റ്റ് ആയി കുറച്ച് സ്പെഷ്യൽ ടിഷ്യൂ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇനി അതിന്റെ എൻഡ് ഉണ്ട്. ഓക്കെ, എൻഡ്, ഇറ്റ് ഇസ് ആൻ എൻലാർജ്ഡ് എൻഡ്. ഓക്കെ, എൻലാർജ്ഡ് എൻഡ് ആണ്. അതായത് അതിന്റെ എൻഡ് കുറച്ച് വലുതായിട്ടാണ് ഇരിക്കുന്നത്. ഏകദേശം കുറച്ച് വലുതായിട്ടാണ് ഇരിക്കുക ബാക്കിയുള്ള ഭാഗത്തേക്കാളും. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലാൻസ് പീനിസ്. ഓക്കെ, എന്താണ് വിളിക്കുക? ഗ്ലാൻസ് പീനിസ് എന്നാണ് വിളിക്കുക. അത് ഓർത്തിരിക്കുക. ദ എൻലാർജ്ഡ് എൻഡ് ഓഫ് ദ പീനിസ് ഇസ് കോൾഡ് ആസ് എന്താണ്? ഗ്ലാൻസ് പീനിസ്. ആൻഡ് ഫോർ സ്കിൻ എന്ന് പറയുമ്പോൾ എന്താണ്? പീനിസിനെ കവർ ചെയ്യുന്ന സ്കിൻ ആണ്. പക്ഷെ ഏറ്റവും അറ്റത്ത് ഗ്ലാൻസ് പീനിസിനെ കവർ ചെയ്യുന്ന ഒരു ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ ആണ് ഫോർ സ്കിൻ എന്ന് പറഞ്ഞാൽ. ഇത് ഭയങ്കര വേരിയബിൾ ആണ്. ഇതിന്റെ എല്ലാം വേരിയബിൾ ആണ്. ആൻഡ് ഇതിന്റെ പ്രസൻസും വേരിയബിൾ ആണ്. ഓക്കെ, ഇത് റിമൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവാം, ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഇൻഫെക്ഷൻസിന്റെ കേസ് വരുമ്പോ, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോ എന്താണ്? അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, നമ്മൾ റിമൂവ് ചെയ്യുന്നത് എന്താണ്? ഫോർ സ്കിൻ ആണ് റിമൂവ് ചെയ്യുക. ഓക്കെ, ഇൻഫെക്ഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കസ്റ്റംസ് വെച്ചിട്ട്. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർക്കംസിഷൻ. കുറച്ച് പേർക്ക് ഫോർ സ്കിൻ ഉണ്ടാവും, കുറച്ച് ഫോർ സ്കിൻ ഇല്ലാതിരിക്കും. അത് ഭയങ്കര വേരിയബിൾ ആണ്. അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യത്തെ നമ്മളുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആ പിക്ചർ നോക്കിയിട്ട് നമുക്ക് എല്ലാം ക്ലിയർ ആയോ, നമുക്ക് കത്തിയോ, എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ എന്ന് നോക്കാം. ഓരോരോ പിക്ചർ ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഈ പിക്ചർ നോക്കാം. നമ്മുടെ ലെഫ്റ്റിൽ കാണുന്ന ഈ പിക്ചർ, ഇതൊരു ഹോൾ പെൽവിസിന്റെ പിക്ചർ ആണ്. ഓക്കെ, നമ്മൾ ഈ കാണുന്ന യുറേറ്ററും റെക്ടോ ഒന്നും റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന്റെ ഭാഗമല്ല. പെൽവിസ് എന്താണ്, പിന്നെ നമ്മുടെ ഓരോ സാധനങ്ങളിൽ ഇരിക്കുന്ന പൊസിഷൻ ഏതാണ്, അതിന്റെ സൈസ് എങ്ങനെയാണ്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഈ ഒരു പിക്ചർ. ഇതാണ് നമ്മുടെ വെർട്ടിബ്രൽ കോളം. 12 പോവാൻ 2 പോവാൻ സഹായിക്കുന്നതാണ് നമ്മളുടെ ആര്? റെക്ടവും ഏനസും ഒക്കെ. പിന്നെ ഇതുണ്ടോ യുറേറ്റർ. യുറേറ്റർ എന്ന് വെച്ചാല് കിഡ്നിന്ന് വരുന്ന ട്യൂബാണ് യൂറിനറി ബ്ലാഡറിലേക്ക്. പിന്നെ സെമിനൽ വെസിക്കിൾസ്, ഇതാണ് സെമിനൽ വെസിക്കിൾസ്. നമുക്കറിയാം എന്താണ്? ഇജാക്കുലേറ്ററി ഡക്റ്റ് വഴി, ഇജാക്കുലേറ്ററി ഡക്റ്റ് വഴി നമ്മുടെ യുറേറ്ററിലേക്ക് കയറുന്നതാണ്. ടെസ്റ്റിസ് പഠിച്ചു, യൂറിനറി ബ്ലാഡർ അതൊക്കെ പോട്ടെ. ടെസ്റ്റിസ് പഠിച്ചു, 2 ടെസ്റ്റിസ് ഉണ്ട്. പിന്നെന്താ പഠിക്കണ്ടേ? ആക്സസറി ഡക്റ്റുകൾ. അതാണ് നമ്മളുടെ എന്തൊക്കെ, എല്ലാം ഇവിടെ കൊടുത്തിട്ടില്ല. വാസ് ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലാൻഡുകൾ നോക്കുകയാണെങ്കിൽ സെമിനൽ വെസിക്കിൾ കൊടുത്തിട്ടുണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ബൾബോ യുറേത്രൽ ഗ്ലാൻഡും കൊടുത്തിട്ടുണ്ട്. ഇതാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ഇതാണ് ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. ഓക്കെ, പിന്നെ വരുന്നത് പീനിസ്, എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. അതിന്റെ എൻലാർജ്ഡ് എൻഡ് ആണ് ഗ്ലാൻസ് പീനിസ്. പുറത്തുള്ള ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ ആണ് ഫോർ സ്കിൻ എന്ന് പറയുന്നത്. ഇനി ടെസ്റ്റിസിനെ കവർ ചെയ്തിട്ടുള്ള സ്ട്രക്ചർ ആണ് സ്ക്രോട്ടം. അങ്ങനെ. ഓക്കെ, ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗർ അല്ലായിരുന്നു, പക്ഷെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗർ ആണ്. ഇവിടെ എന്താ, നമുക്ക് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ മാത്രമാണ് ഉള്ളത്. മെയിൽ യൂറിനറി ബ്ലാഡർ ഉണ്ട് എക്സ്ട്രാ ആയിട്ട്. യൂറിനറി ബ്ലാഡറിലേക്ക് കിഡ്നിന്ന് വരുന്ന ട്യൂബാണ് യുറേറ്റർ. യുറേറ്റർ നമുക്ക് ആക്ച്വലി മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിലും വരും, എക്സ്ക്രീഷനിൽ മാത്രമല്ല വരിക. ഓക്കെ, പിന്നെ വരുന്നതാണ് നമ്മളുടെ ടെസ്റ്റിസ് മാത്രം. ഇനി നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ടെസ്റ്റിസ് നോക്കുമ്പോൾ ടെസ്റ്റിസിന്റെ പാർട്സ് നമുക്കറിയാം. ആദ്യം നമ്മൾ അതിനെ മുറിക്കുമ്പോൾ നമുക്ക് ടെസ്റ്റിക്കുലർ ലിബ്യൂൾസ് കാണാം. 250 കമ്പാർട്ട്മെന്റ്സ് ആണ്. പിന്നെ അതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് സെമിനിഫറസ് ട്യൂബ്യൂൾസ് 1 മുതൽ 3 കാണാം. അതിനകത്ത് എന്ത് സെൽസ് ഉണ്ട്? സ്പെർമാറ്റോഗോണി ഉണ്ട്. അവിടെ സ്പേം ഉണ്ടാവും. ആ സ്പേം മാത്രമാണ് ടെസ്റ്റിസിൽ ഉണ്ടാവുക. നമ്മൾ ഇജാക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന സെമൻ ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. സ്പേം മാത്രം. എന്നിട്ട് എങ്ങോട്ട് പോകും? ആദ്യം റെറ്റ് ടെസ്റ്റിസിൽ പോകും. ഓർത്തിരിക്കാൻ എളുപ്പമാണ്, റെറ്റ് ടെസ്റ്റിസ്. പിന്നെ വാസ എഫറൻഷ്യ, അടുത്ത ഡക്റ്റ് ഇവിടെ കാണുന്നത്. പിന്നെ ഈ വരുന്ന വലിയ ഈ ചുരുണ്ടിരിക്കുന്ന അതാണ് എപ്പിഡിഡിമസ്.
അവിടെയും സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് എന്താണ് സ്പേം ആണ് ഉണ്ടാവുക. പിന്നെ എക്സ്ട്രാ ഒരു ഇൻഫർമേഷൻ വേണമെങ്കിൽ തരികയാണെങ്കിൽ അവിടെ ഗ്ലൈക്കോ പ്രോട്ടീൻസ് ഉണ്ടാവും എനർജിക്കൊക്കെ വേണ്ടിയിട്ട്. ഇത്രേ ഉള്ളൂ. പിന്നെ വാസ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ മേളിലോട്ട് പോവും, SNDയും അബ്ഡമനിലേക്ക്, എന്നിട്ട് യൂറിനറി ബ്ലാഡറിന്റെ മേളിൽ കൂടെ ലൂപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ യൂറിനറി ബ്ലാഡർ കാണിച്ചേക്കുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടുന്ന് സെമിനൽ വെസിക്കിൾ ഉണ്ട്, ഗ്ലാൻഡ്, ഈ ചിറക്. എന്നിട്ട് ഒരു ഇജാക്കുലേറ്ററി ഡക്റ്റ് വഴി പുറകീന്ന് അത് യുറേറ്ററിലേക്ക് കണക്ട് ചെയ്യും. അതുപോലെ ഈ ഗ്ലാൻഡ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, അതും അതുപോലെ ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്, ഇവരുടെ മൂന്നുപേരെയും കോൺട്രിബ്യൂഷൻ ആണ് സ്പെർമിന്റെ കൂടെ വരുന്ന സെമിനൽ പ്ലാസ്മ. ഓക്കെ. എന്നിട്ട് അവരെല്ലാവരും യുറേത്ര വഴി വരും. യുറേത്ര കോമൺ പാസേജ് ഫോർ യൂറിൻ ആൻഡ് സെമൻ ആണ്. പിന്നെ എന്താണ്, പീനിസ് ആണ് നമ്മുടെ. അപ്പൊ എക്സസറി ഡക്റ്റുകളായിരുന്നു ഇവർ 4 റെറ്റഡെസ്റ്റസ്, വാസ് എഫറൻസ്, എപ്പിഡിഡമിസ്, വാസ് ഡിഫറൻസ്. ആക്സസറി ഗ്ലാൻഡ്സ് ആണ് സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. എന്നിട്ട് എന്ത് സംഭവിക്കും? എക്സ്റ്റേണൽ ജനറ്റേലിയ ആയിട്ടുള്ള പീനിസിൽ വരും. പീനിസിന്റെ എൻലാർജ്ഡ് എൻഡ് ആണ് ഗ്ലാൻസ് പീനിസ്. ലൂസ് ഫോൾഡ് ഓഫ് സ്കിന്നിന്റെ കവറിംഗ് ആണ് ഫോർ സ്കിൻ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഓരോ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പിങ്ക് കളറിൽ കാണുന്ന എല്ലാം ഓരോ സെമിനിഫറസ് ട്യൂബ്യൂൾ ആണെങ്കിൽ അതിനകത്ത് 2 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. സ്പെർമാറ്റോഗോണിയ, അത് ഡിപ്ലോയിഡ് ആണ്. അവർക്ക് മിയോസിസ് നടന്നിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? സ്പേം സെൽസ് ഉണ്ടാവുന്നത്. ഇനി മറ്റു ടൈപ്പ് ഓഫ് സെൽസ് ആണ് നമ്മളുടെ സെർട്രോളി സെൽസ്. അവർക്ക് നടക്കുമ്പോഴാണ്, അവർക്ക് ഒന്നും നടക്കുമ്പോഴല്ല, അവരാണ് നേഴ്സ് സെൽസ്, അവരാണ് സ്പെർമാറ്റോഗോണിയക്ക് നറിഷ്മെന്റ് കൊടുക്കുന്നത്. പിന്നെ ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഇടയ്ക്ക് കുറച്ച് ഇന്റർസ്റ്റീഷ്യൽ സ്പേസസ് ഉണ്ട്. ഈ സ്പേസസ് എന്ന് പറയുന്ന അവിടെ കുറച്ച് സെൽസ് ഉണ്ട്, അവരാണ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. അവർ ലേഡിക് സെൽസ് എന്ന് വിളിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ആ സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്? ആൻഡ്രജൻസ്, അതായത് ടെസ്റ്റിക്കുലർ ഹോർമോൺസ് ഉണ്ടാക്കുന്നത്, ലൈക്ക് ടെസ്റ്റോസ്റ്ററോൺ ആൻഡ് ആൻഡ്രോസ്റ്റെനോഡിയം. ഓക്കെ. അപ്പൊ ഇത്രയും കഴിഞ്ഞു ആക്ച്വലി. ഇനി നമുക്ക് സെമിനൽ പ്ലാസ്മയെ കുറിച്ച് ഒന്ന് നോക്കുകയാണെങ്കിൽ, ഓക്കെ, സെമിനൽ പ്ലാസ്മയുടെ കമ്പോസിഷൻ നമുക്കൊന്ന് പഠിക്കാനുണ്ട് കുറച്ച്. സെമിനൽ പ്ലാസ്മ എന്താ നമുക്കറിയാലേ? സ്പെർമിന്റെ കൂടെ വരുന്ന ഇതാണ്, ഫ്ലൂയിഡ് ആണ് സെമിനൽ പ്ലാസ്മ. അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരൊക്കെയാണ്? നമ്മുടെ സെമിനൽ വെസിക്കിൾ, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ഒക്കെയാണ്. അപ്പൊ അവരുടെ കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രക്ടോസ് ഉണ്ട്, സ്വീറ്റ്, കാൽഷ്യം ഉണ്ട്. ഓക്കെ, ഇതെല്ലാം എനർജിക്ക് വേണ്ടിയിട്ടാണ്, സ്പേം മൂവ്മെന്റ്. അതുപോലെ സർട്ടൻ എൻസൈംസ് ഉണ്ട്, കുറച്ച് എൻസൈംസ് ഉണ്ട്. ഇതെല്ലാം ടെക്സ്റ്റിലുള്ളതാണ്. ഇത് 3 ഉള്ളതൊക്കെ എന്തായാലും MCQ ആയിട്ട് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ബൾബോ യുറേത്രൽ ഗ്ലാൻഡിന്റെ സെക്രീഷൻ ആക്ച്വലി ലൂബ്രിക്കേഷൻ ഓഫ് പെനിസിന് വേണ്ടിയാണ് സഹായിക്കുന്നത്. ഞാൻ നേരത്തെ അത് പറഞ്ഞായിരുന്നു. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആക്ച്വലി മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിലുള്ളത്. ഇന്നും ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പറഞ്ഞ സാധനങ്ങൾ എനിക്ക് തീർക്കാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് ഇത്രയും നേരം എന്നെ സഹിച്ചിരുന്നതിന് എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മളുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.